السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. ഈ മഹാസമ്മേളനത്തിൻ്റെ പ്രസിഡീയത്തിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ, ഈ പ്രോഗ്രാമിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഈ പ്രദേശത്തെ ഇസ്ലാമിക പ്രബോധന സംരംഭത്തിന് നേതൃത്വം നൽകുന്ന നായകന്മാരെ, ഷുള്ളിയ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള നല്ലവരായ സഹൃദയരായ നാട്ടുകാരെ, ഈ സമ്മേളനം ഒരു പബ്ലിക് സമ്മേളനമായതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള ഇന്ത്യ രാജ്യത്തിലെ ആദം സന്തതികളെ, ഇസ്ലാം ശാന്തിയുടെ മതം എന്നതാണ് ഈ സമ്മേളനത്തിൽ സമയബന്ധിതമായി എനിക്ക് അവതരിപ്പിക്കാനുള്ള വിഷയം. ഇസ്ലാം ശാന്തിയുടെ മതമാണോ? അതല്ല ഇസ്ലാം കലാപകാലുഷ്യത്തിന്റെ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്ന അശാന്തിപൂർണമായ ആശയത്തിന്റെ ആകത്തുകയാണോ ഇസ്ലാം? ലോകത്തൊരുപാട് കാലഘട്ടങ്ങളിൽ അനുകൂലമായ ചർച്ചകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും തകർത്തതിനു ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരെ പ്രചണ്ഡമായ പ്രചാരങ്ങൾ നടന്നു എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ നാം മനസ്സിലാക്കാതെ പോയ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ഈ ഘട്ടത്തിൽ എന്നുകൂടെ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ആരെങ്കിലും സൂക്ഷ്മമായ കാര്യം വിലയിരുത്തിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും തകർക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ അഭൂതപൂർവമായി അമേരിക്കയിൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ്.
വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും തകർത്തതിനു ശേഷം ലോകത്തിന്റെ അഷ്ടഭാഗങ്ങളിൽ, വിശേഷ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇസ്ലാം വികസിച്ചിട്ടേ ഉള്ളൂ, ഇസ്ലാം തകർന്നിട്ടില്ല. എന്തുകൊണ്ട്? നമ്മുടെ നാടുകളിലൊക്കെ ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതിലും നമുക്കാർക്കും സംശയമില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഗൗരവമായ പഠനത്തിന് വരേണ്ടതാണ്. ലോകത്ത് അത്ഭുതകരമായ ഒരു കാര്യം, ഒരുപാട് മതങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ, അനവധി മതങ്ങൾ. ഈ മതങ്ങളെല്ലാം വ്യക്തികളുടെയോ ദേശങ്ങളുടെയോ ഗോത്രങ്ങളുടെയോ പേരിൽ അറിയപ്പെട്ടിട്ടുള്ള മതങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, സനാതനധർമ്മം എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ഹൈന്ദവ മതം, ആ മതമുണ്ടായത് ഭൂമിശാസ്ത്രപരമായ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ക്രിസ്തുമതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തുമതത്തിന്റെ ഉത്ഭവവും എന്ന് നമുക്കറിയാം. ജൈനമതം എന്ന് പറഞ്ഞാൽ വർദ്ധമാന മഹാവീരന്റെ പേരിലാണ് ജൈനമതം ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ളത്. ശങ്കര ദർശനം എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യരുടെ ബുദ്ധിയിലും തെളിമയിലും ലോകത്ത് മനുഷ്യരുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളതാണ് ശങ്കര ദർശനം. ലാവോയിസവും കൺഫ്യൂഷ്യാനിസവും എല്ലാം ആ അർത്ഥത്തിൽ തന്നെയാണ് ലോകത്ത് നമ്മൾ കാണുന്നത്. എന്നാൽ ഇസ്ലാം എന്ന പദം ഒരു വ്യക്തിയെ ബന്ധപ്പെടുന്നതോ ഒരു ദേശത്തെ ബന്ധപ്പെടുന്നതോ ഒരു ഗോത്രത്തെ ബന്ധപ്പെടുന്നതോ അല്ല. ലോകത്ത് ഏതൊരാൾക്കും പഠിക്കാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു സംഗതി, ഇസ്ലാം എന്ന പദം ഏതെങ്കിലും ഒരു ദേശവുമായി ബന്ധപ്പെട്ടതോ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടതോ ഒരു ഗോത്രവുമായി ബന്ധപ്പെട്ടതോ ആയ പദമല്ല ഇസ്ലാം എന്ന പദം. ലോകത്ത് ഒരുപാട് ഭാഷകൾ നമ്മൾ പഠിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കുന്നു, സംസ്കൃതം പഠിക്കുന്നു, അരാമിക് ഭാഷ പഠിക്കുന്നു. ലോകത്ത് എന്തൊക്കെ ഭാഷയുണ്ടോ അതൊക്കെ പഠിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാം എന്ന അറബി പദം എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് ലോകത്തെ ഇസ്ലാം, അള്ളാഹു, പ്രവാചകൻ എന്നൊക്കെ എല്ലാവരും കേട്ടതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ എല്ലാ മതവിഭാഗവും ജനവിഭാഗവും കേട്ടിട്ടുള്ള രണ്ട് ശബ്ദങ്ങളുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാചകം. ഇത്രയേറെ ലോകത്ത് സർവ്വ മനുഷ്യരും കേട്ട വേറെ പദം ഉണ്ടാവില്ല ലോകത്ത്, എന്നും എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ഇസ്ലാം എന്ന് പറയുന്നത് ദൈവീക മതത്തിന്റെ സാക്ഷാൽ നാമമാണ് ഇസ്ലാം. ഈ കാണുന്ന അനന്തവിസ്തൃതമായ 7 ആകാശത്തെ സൃഷ്ടിച്ചവനാണ് ഇസ്ലാം എന്ന നാമകരണം ചെയ്തിട്ടുള്ളത്. ഇസ്ലാം എന്ന് ഈ മതത്തെ പ്രവാചകൻ വിളിച്ചതല്ല, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ പ്രവാചകൻ നാമധേയം ചെയ്തിട്ടുള്ള ഒരു പദമല്ല ഇത്. മറിച്ച് ഇസ്ലാം എന്നത് ദൈവീക മതത്തിന്റെ സാക്ഷാൽ നാമമാണ്. ലോകത്ത് സൂര്യനെ സൃഷ്ടിച്ച ദൈവം, ചന്ദ്രനെയും ആകാശഭൂമികളെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ, അവൻ മാനവ സമൂഹത്തിന് ജീവിതമായി അവതരിപ്പിച്ചിട്ടുള്ള ദർശനത്തെ ഇസ്ലാം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ നാമമോ അതല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ നാമമോ പ്രപഞ്ചനാഥന്റെ മതത്തിന് നാമമായിരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം പ്രപഞ്ചനാഥനാണ് 715 കോടി മനുഷ്യരെയും സൃഷ്ടിച്ചത്. ഇന്നലകളിലെ തലമുറകളെ സൃഷ്ടിച്ചതാരാണ്? അത് പ്രപഞ്ചനാഥനാണ്. ശ്രീരാമൻ ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും രസകരമായ ഒരു പോയിന്റ് കൊണ്ട് ഇത് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്രിസ്തുമതത്തിന്റെ പഴക്കം എത്രയാണ്? പ്രതിഷേധമില്ല, എതിർപ്പുകളില്ല. 2000 വർഷം എന്നാണ് പറയുന്നത്. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുമതമില്ല. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരില്ലേ? ഉണ്ട്. 5000 വർഷത്തിന്റെ പഴക്കമാണ് ഹിന്ദുമതത്തിന്, സനാതനധർമ്മം എന്ന് പറയുന്ന ഹിന്ദുമതത്തിന്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യരില്ലേ? ഇല്ലേ? ശാസ്ത്രമനുസരിച്ച്, മോഡേൺ സയൻസ് അനുസരിച്ച് 1 ലക്ഷം വർഷമായി മനുഷ്യർ ഈ ഭൂമുഖത്ത് ഭൂജാതമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, 1 വർഷമായി മനുഷ്യർ ഈ ഭൂമുഖത്തെങ്കിൽ 5000 വർഷം പഴക്കമുള്ള സനാതനധർമ്മം എന്ന് പറയുന്ന ഹിന്ദുമതം 5000 വർഷങ്ങൾക്ക് മുമ്പില്ല.
ദേവാ രക്ഷിക്കണേ, രാമാ രക്ഷിക്കണേ, കൃഷ്ണ രക്ഷിക്കണേ, പിശാരിക്കാവിലമ്മേ കാക്കണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന 5000 വർഷങ്ങൾക്ക് മുമ്പില്ല. ശരി, അന്ന് മനുഷ്യരില്ലേ? ഉണ്ട്. യേശുക്രിസ്തുവെ രക്ഷിക്കണേ, കന്യാമറിയമേ കാക്കണേ എന്നത് വന്നിട്ട് 2000 വർഷമായിട്ടേ ഉള്ളൂ. ശരി, 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരില്ലേ? ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ മരിച്ച് വഫാത്തായി 5000 വർഷം കഴിഞ്ഞിട്ടാണ് ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഭൂമുഖത്ത് പൂജാതനാകുന്നത്. അപ്പൊ ഷെയ്ഖ് ജീലാനി ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് ഷെയ്ഖ് അവർകളെ കാക്കണേ, മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്നൊരു പ്രാർത്ഥന ലോകത്തില്ല. ലോകത്താദ്യമായി നിലനിന്ന പ്രാർത്ഥന ഏതാണ്? ഭൂമുഖത്താദ്യമായി ജനിച്ച മനുഷ്യന്റെ പ്രാർത്ഥന ഏതാണ്? ഈ ലോകത്ത് ആദ്യത്തെ മനുഷ്യനുണ്ടല്ലോ, അതാരാണ്? ആ ആദ്യത്തെ മനുഷ്യന്റെ മതം ഏതാണ്? ആ ആദ്യത്തെ മനുഷ്യൻ ആരെയാ വിളിച്ചത്? കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും എല്ലാം അല്ലെ, മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മാലാകമാരും ജിന്നുകളും ദേവീദേവന്മാരും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും പാമ്പും പശുവും എല്ലാം ഭൂമുഖത്ത് മനുഷ്യരാരാധിക്കപ്പെടുന്നുണ്ട്. മാലാകമാരെ ആരാധിക്കുന്നവർ, ജിന്നുകളെ ആരാധിക്കുന്നവർ, സൃഷ്ടികളെ ആരാധിക്കുന്നവർ, സൂര്യനെ ആരാധിക്കുന്നവർ, ചന്ദ്രനെ ആരാധിക്കുന്നവർ എല്ലാം ഭൂമുഖത്തുണ്ടായിട്ടുണ്ട്. സൃഷ്ടിപൂജ ഏതൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ എല്ലാം മനുഷ്യർ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ നമുക്ക് ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ, ഈ ഇന്ത്യ രാജ്യത്ത് നമ്മൾ പറയുന്നു സനാതന ധർമ്മത്തിന് 5000 വർഷത്തിന്റെ പഴക്കം. ശരി, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യരില്ലായിരുന്നോ? ഉണ്ട്. അവരാരെ ആരാധിച്ചു എന്ന ചോദ്യം, അതിന് മറുപടി നമ്മൾ കണ്ടെത്തണം. അതിനു മുമ്പും കുറെ മനുഷ്യരുണ്ടായിരുന്നു. ഈ ഭൂമുഖത്ത് ആദ്യത്തെ മനുഷ്യൻ ജനിച്ച 1-ാം ദിവസം, എല്ലാരും സങ്കല്പിച്ചോ, ഈ ഭൂമുഖത്ത് ആദ്യത്തെ മനുഷ്യൻ ജനിച്ച 1-ാം ദിവസം, ഈ ഭൂമിയിലേക്ക് വന്ന ദിനം ആലോചിച്ചോ. ഈ ഭൂമിയിൽ വന്ന് 1-ാം തീയതി മുതൽ പിന്നെ നമ്മൾ എണ്ണുന്ന 1,00,000 വർഷം എന്ന് പറയുന്ന കാലഗണന, ആ 1-ാം വർഷം കഴിഞ്ഞു, 2 കഴിഞ്ഞു, 1000 കഴിഞ്ഞു, 2000 കഴിഞ്ഞു, 3000 കഴിഞ്ഞു, 10000 കഴിഞ്ഞു, 50000 കഴിഞ്ഞു, 60ഉം 70ഉം 80ഉം 90ഉം 95,000 വർഷം. അതിനുശേഷമാണ് സനാതനധർമ്മം. അതും കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ക്രൈസ്തവ ധർമ്മം. അപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന മതം ഏതാണ്? അതാണ് ഇസ്ലാം. ആദ്യത്തെ മനുഷ്യന്റെ മതം ഏതാണ്? ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം. ആരോടുള്ള സമർപ്പണം? അതാണ് വളരെ ഗൗരവമായി പഠിക്കേണ്ട മറ്റൊന്ന്. അതായത് സ്ഥലകാലങ്ങളുടെ മുഴുവൻ സൃഷ്ടാവാണ് പ്രപഞ്ചനാഥൻ. സ്ഥലകാലങ്ങളുടെ മുഴുവൻ സൃഷ്ടാവാണ് പ്രപഞ്ചനാഥൻ. ഈ ഭൂമി മുഴുവനും അല്ലാഹുവിൻ്റെതാണ്. ആകാശം മുഴുവനും അല്ലാഹുവിൻ്റെതാണ്. സർവ്വചരാചരങ്ങൾ മുഴുവനും അല്ലാഹുവിൻ്റെതാണ്. ഈ ലോകത്തിലെ പക്ഷിമൃഗാദികൾ അല്ലാഹുവിൻ്റെതാണ്. ഈ ലോകത്തിലെ 715 കോടി മനുഷ്യർ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അപ്പൊ സ്ഥലകാലത്തിന്റെ നാഥനായ ആ സൃഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഈ ലോകത്ത് ഒരു മതം അവതരിപ്പിച്ചു. ആ മതത്തിന്റെ പേരാണ് ഇസ്ലാം. ബാലചന്ദ്രനോട്, സുരേന്ദ്രനോട്, ദേവനോട് നമ്മൾ ചോദിക്കുന്നത്, സൂര്യനെ ആരാണോ സൃഷ്ടിച്ചത്, ചന്ദ്രനെ ആരാണോ സൃഷ്ടിച്ചത്, ഈ ഭൂമിയെ ആരാണോ സംവിധാനിച്ചത്, ആ സംവിധായകൻ ഒരു മതവും അവതരിപ്പിച്ചിട്ടുണ്ട്. സൂര്യൻ മനുഷ്യന് വേണ്ടി, ചന്ദ്രൻ മനുഷ്യന് വേണ്ടി, നക്ഷത്രങ്ങൾ മനുഷ്യർക്ക് വേണ്ടി, പക്ഷിമൃഗാദികൾ മനുഷ്യർക്ക് വേണ്ടി, ജന്തുലോകം മനുഷ്യർക്ക് വേണ്ടി, കാനനങ്ങൾ മനുഷ്യർക്ക് വേണ്ടി, കാട്ടാറുകൾ മനുഷ്യർക്ക് വേണ്ടി. എങ്കിൽ ആ മനുഷ്യർക്ക് വേണ്ടി ഇതെല്ലാം അവതരിപ്പിച്ച സൃഷ്ടാവ് മനുഷ്യർക്ക് വേണ്ടി ഒരു മതവും അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഇസ്ലാം. അതൊരു വ്യക്തിയുടെ പേരല്ല. മുഹമ്മദീയ മതം എന്നൊരു പ്രയോഗം മുസ്ലിങ്ങളിൽ നിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് വളരെ ഗൗരവമായി ഞാൻ പറയണം. മുഹമ്മദീയ മതം എന്നൊരു ജൈനമതം, ബുദ്ധമതം, കൺഫ്യൂഷ്യാനിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വ്യക്തികളിലേക്കോ ദേശങ്ങളിലേക്കോ ചേർത്ത് ആ മതത്തിന്റെ പേര് വിളിക്കാൻ പാടില്ല എന്നർത്ഥം. അവിടെയാണ് അവന്റെ മതത്തെ കുറിക്കുന്ന നാമം സ്ഥലകാലങ്ങളുടെ ഏതു ബിന്ദുവിലും ഉന്നതമായിരിക്കുകയും പ്രസക്തമായിരിക്കുകയും വേണം. മാത്രവുമല്ല, അവന്റെ മതം ലോകത്തിലെ ആദ്യത്തെ മെമ്പർക്കും അവസാനത്തെ മെമ്പർക്കും ഒരേപോലെ
ആ മതത്തിന്റെ നാമകരണം സ്വീകാര്യമായിരിക്കണം. അതുകൊണ്ടാണ് പടച്ചോന്റെ മതത്തിന്, ലോകത്തിലെ സർവാധിനാഥനായ പടച്ചതമ്പുരാന്റെ മതത്തിന് ഇസ്ലാം എന്ന പേര് വന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. ലാൽകൃഷ്ണ അദ്വാനിയെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. മുല്ല ഉമറിനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. പാകിസ്ഥാൻ പ്രസിഡന്റിനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. ലോകത്തിലെ സകല ജീവജാലങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവമായി പറയേണ്ട, വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്. ജീവിതത്തിൽ ഉടനീളം ഈ ഒരു പോയിന്റിലേക്ക് ലോകത്തിന്റെ നാഥൻ, ആ ലോകത്തിന്റെ നാഥനാണ് സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട പോയിന്റ് എന്താണ്? ലോകത്തിന്റെ നാഥനാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചതെന്ന പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് ആരംഭിക്കണം. വർഗീയതയില്ലാത്ത ചിന്തയാണിത്. വർഗീയതയില്ലാത്ത, ലോകത്തിലെ വർഗീയതയില്ലാത്ത ഏറ്റവും വലിയ വിശ്വാസമാണിത്. ലോകത്തിലെ സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചുള്ള അന്വേഷണം, ലോകത്തിലെ സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ള പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള അന്വേഷണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യത്തെ മനുഷ്യൻ ആദാം. ആ ആദാം ആരെയാണോ വിളിച്ചത്, ആ ദൈവത്തെ തന്നെയാണ് നോഹ പ്രവാചകൻ വിളിച്ചത്. ആ ദൈവത്തെ തന്നെയാണ് അബ്രഹാം പ്രവാചകൻ വിളിച്ചത്. ആ ദൈവത്തെ തന്നെയാണ് മോസസ് പ്രവാചകൻ വിളിച്ചത്. ആ ദൈവത്തെ തന്നെയാണ് ഈസാ അലൈഹിസ്സലാം, ജീസസ് ക്രൈസ്റ്റ് ആരാധിച്ചത്. ആ ദൈവത്തെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചത്. ആ ദൈവത്തെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം 500 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ഇറാഖിലെ ബഗ്ദാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ജീവിച്ച് മരിച്ചുപോയ ഷെയ്ഖ് ജീലാനി ജനിക്കുന്നത്. അദ്ദേഹം വിളിച്ചതും അള്ളാഹുവിനെയാണ്. അപ്പൊ ലോകത്ത് ആദ്യത്തെ മനുഷ്യൻ മുതൽ സകല പ്രവാചകന്മാരും ആരെയാണോ ഈശ്വരനായി, ദൈവമായി, പ്രപഞ്ചനാഥനായി അംഗീകരിച്ചിട്ടുള്ളത്, ആ പ്രപഞ്ചനാഥനിലേക്ക് ലോകത്തെ ക്ഷണിക്കാൻ മുഹമ്മദ് നബി ദൈവമാണെന്നോ ദിവ്യത്വമുള്ള ആളാണെന്നോ അദ്ദേഹത്തെ ആരാധിക്കേണ്ടതാണെന്നോ അദ്ദേഹത്തിന്റെ ഖബറിനരികിൽ പോയി പ്രാർത്ഥിക്കാമെന്നോ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാമെന്നോ ലോകത്തെ പഠിപ്പിക്കാനല്ല. മറിച്ച് ഈ കാണുന്ന തെങ്ങും കവുങ്ങും പ്ലാവും ഈ ലോകവും ആരാണോ സൃഷ്ടിച്ചത്, ഏതൊരു മനുഷ്യനോടും ഏതൊരു അമുസ്ലിമിന്റെ വീട്ടിലും കയറി ചെന്ന് നമുക്ക് പറയാം, നിന്നെയും എന്നെയും സൃഷ്ടിച്ച ദൈവം. ഈ ഒരു പോയിന്റിലേക്ക് ലോകത്തെ ക്ഷണിക്കാൻ ഇസ്ലാം ഒന്നാമതായി ചെയ്തത് മണൽത്തരികളെ, മണരാരണ്യത്തെ, കാട്ടാറുകളെ, കാനനങ്ങളെ എല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനിലേക്ക് ലോകരെ ക്ഷണിച്ചു. ഇസ്ലാം ഒന്നാമതായി പറയുന്നത് സൂര്യൻ, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ, ആ സൂര്യൻ ദൈവത്തെ അനുസരിക്കുന്നു. ആ സൂര്യൻ മുസ്ലിമാണ്, ആ സൂര്യന്റെ മതം ഇസ്ലാമാണ് എന്ന് ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആൻ അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്. വിശുദ്ധ ഖുർആൻ ആകാശഭൂമികൾ ആ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെതല്ലാത്ത മറ്റൊരു മതം ലോകത്താരെങ്കിലും സ്വീകരിക്കാൻ വെമ്പൽ കൊള്ളുന്നുവോ? മനുഷ്യനിർമ്മിതമായ മതങ്ങളെ മനുഷ്യർ സ്വീകരിച്ചപ്പോഴാണ് ലോകത്ത് സംഘടനമുണ്ടായത്, ലോകത്ത് വർഗീയത ഉണ്ടായത്. ദൈവത്തിന്റെ മതം സ്വീകരിച്ച ഈ പ്രശ്നമൊന്നുമില്ല. ദൈവത്തിന്റെ സൂര്യൻ നമുക്ക് ആവശ്യമുണ്ട്, ദൈവത്തിന്റെ ചന്ദ്രൻ നമുക്ക് ആവശ്യമുണ്ട്, ദൈവത്തിന്റെ ഭൂമി നമുക്ക് ആവശ്യമുണ്ട്, ദൈവം സൃഷ്ടിച്ച സകല ഫ്രൂട്ടും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ ആരാധന ദൈവത്തിനല്ല. ലോകത്തെല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ട പോയിന്റാണ്. ആരാണ് ശ്രീരാമൻ ഇവിടെ ഒരു മുട്ടുസൂചി പോലും സൃഷ്ടിച്ചിട്ടില്ല. മുഹമ്മദ് നബി ഇവിടെ ഒരു കൊതുകിന്റെ ചിറക് പോലും സൃഷ്ടിച്ചിട്ടില്ല. ഉണ്ടോ? ഒരു ഈച്ചയെ പോലും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർ സൃഷ്ടിച്ചിട്ടുണ്ടോ? ന്യായമായ ചോദ്യം, വർഗീയതയില്ലാത്ത ചോദ്യം. ഉണ്ടോ? ലോകത്തൊരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും നിങ്ങൾ ആരാധിക്കുന്നവർ അധീനപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആര് നിങ്ങൾക്ക് ഭൂമി തന്നു? ആര് നിങ്ങൾക്ക് വായു നൽകി? ആ വായു നൽകിയവനോടാണ് നന്ദി. എല്ലാരും അംഗീകരിക്കും. അത് ഭക്ഷണം തന്നവനോട് നന്ദി ഉണ്ടാവും, ജോലി തന്നവനോട് നന്ദി ഉണ്ടാവും, ശമ്പളം കൂട്ടിക്കൊടുത്ത മുതലാളിയോട് നന്ദി ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണ്. എങ്കിൽ ലോകത്തെ ഭൂരിപക്ഷം മതക്കാരും നന്ദി കെട്ടവരാണ് എന്നെനിക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ട്? വായു നൽകിയ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. വായു ഗുളിക പോലും തന്നിട്ടില്ല ആരാധിക്കുന്ന ദൈവങ്ങൾ. ഉണ്ടോ? ആധുനിക ഇന്ത്യയിലെ പൗരന്മാർ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരാരാധ്യൻ
ആ ആരാധന നിർവഹിക്കുന്നവന് ഒരു മുട്ടുസൂചി തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് കടപ്പാടുള്ളത്? എന്താ നിങ്ങളെ കടപ്പാടിന്റെ മാനദണ്ഡം? സൃഷ്ടികളെ ആരാധിക്കുന്നവരുടെ മാനദണ്ഡം എന്താണ്? എന്തെങ്കിലും ഒരു ബുദ്ധിപരമായ മറുപടി അതിനില്ല. ഇല്ല. നിങ്ങൾ ആലോചിച്ചോ, ആരാ നിങ്ങൾക്ക് വായി നൽകിയത്? ഉദാഹരണം, നമ്മുടെ നാട്ടിൽ മനുഷ്യരായി ആരാധിക്കുന്ന രവിശങ്കർ, മാതാ അമൃതാനന്ദമയി, അവരെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് അവർക്ക് ജീവിക്കാൻ കഴിയോ? ഇല്ല. നമ്മളെ പോലെ വായു ആവശ്യമുണ്ട്, ഇല്ലേ? നമ്മളെ പോലെ അവർ ശ്വസിക്കുന്നില്ലേ? ഉണ്ട്. നമ്മളെ പോലെ അവർക്ക് ഭക്ഷണം ആവശ്യമില്ലേ? ഉണ്ട്. നമ്മളെ പോലെ ഉപാപചയ പ്രവർത്തനം നടക്കില്ലേ? ഉണ്ട്. നമ്മളെ പോലെ ഒരു പാൻക്രിയാസ് ഇല്ലേ അവർക്ക്? ഉണ്ട്. നമ്മളെ പോലെ ഒരു മലദ്വാരമില്ലേ അവർക്ക്? ഉണ്ട്. നമ്മളെ പോലെ കീവാഴി പോകുന്നില്ലേ അവർക്ക്? ഉണ്ട്. നമ്മളെ പോലെ കാഷ്ടിക്കുന്നില്ലേ അവർ? ഉണ്ട്. ഏത് മാനദണ്ഡത്തിൽ അവരെ ഈശ്വരനാക്കും? ഏത് മാനദണ്ഡത്തിൽ അവരെ ദൈവമാക്കും? ഇത് മനുഷ്യരെ ആരാധിക്കണം, മനുഷ്യനെ ആലോചിക്കണം. മനുഷ്യൻ ആലോചിക്കേണ്ട പ്രധാന പോയിന്റാണ്, ഞാൻ ആരാധിക്കുന്നവൻ സർവശക്തനായ പ്രപഞ്ചനാഥനാണോ? ഈശ്വരൻ മരിച്ചു പോവുക, എന്നിട്ട് ആരാധിക്കുന്ന ഭക്തൻ ജീവിച്ചിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയല്ലേ ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നേക്കാൾ മുമ്പ് മരിച്ചു പോവുക, എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാൻ ഈ ഭൂമുഖത്ത് ജീവിക്കാം. ഇസ്ലാം ലോകത്തോട് പറയുന്ന കാര്യം എന്താ? ഒരിക്കലും മരിക്കാത്ത സർവശക്തനെ ആരാധിക്കാം. എന്ത് വർഗീയതയിലുള്ളത്? എന്ത് വർഗീയതയാണ് സുഹൃത്തുക്കളെ ലോകത്ത് ആ വിശ്വാസത്തിനുള്ളത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, ആകാശം നിങ്ങൾ കാണുന്നില്ലേ? ആ ആകാശം സൃഷ്ടിച്ച സർവശക്തനായ പ്രപഞ്ചനാഥനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആരാധിച്ചുകൂടാ? എന്ത് വർഗീയത അതിലുള്ളത്? എന്ത് മാധവനോട്, സുരേന്ദ്രനോട്, എല്ലാവരോടും, ഇവിടുത്തെ രാഷ്ട്രീയ പൊതുപത നേടിയവരോട് നമ്മൾ ചോദിക്കുന്നു, ആര് ഈ ഭൂമുഖം ഉണ്ടാക്കി? ശരി, ഇതെല്ലാം വിട്ടോ. മനുഷ്യർ ഈ ഭൂമുഖത്ത് ഭൂജാതനാകുന്നതിന് മുമ്പ് ആകാശം ഉണ്ടായിരുന്നല്ലോ. എല്ലാരും അംഗീകരിക്കും. ക്രിസ്ത്യാനി അംഗീകരിക്കും, ഹൈന്ദവൻ അംഗീകരിക്കും, ജൈനൻ അംഗീകരിക്കും, നിരീശ്വരവാദി അംഗീകരിക്കും. മനുഷ്യർ ഈ ഭൂമുഖത്ത് ഭൂജാതമാകുന്നതിന് മുമ്പ് ലോകം ഉണ്ടായിരുന്നു. ഒറ്റ ചോദ്യം, ആ ലോകത്തെ ആര് സൃഷ്ടിച്ചു? അന്ന് ശ്രീരാമനില്ല. ദ്വാപരയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് കലിയുഗത്തിലാണ്, അല്ലേ? ദശരഥ മഹാരാജാവ് പുത്രകാമേട്ട് യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ഈ ഭൂമുഖത്തേക്ക് ജനിക്കുമ്പോൾ ഈ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു. മാധവ, ആര് ഈ ഭൂമിയെ സംവിധാനിച്ചു? ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ദശരഥ മഹാരാജാവുണ്ട്, കൗസല്യുണ്ട്. അവർ വെള്ളം കുടിച്ചു, വായു ശ്വസിച്ചു. ആര് നൽകി? വെരി സിമ്പിളായ ചോദ്യം, വളരെ ഏതൊരു മനുഷ്യനും ചിന്തിക്കാവുന്ന വളരെ ലളിതമായ ഒരു ചോദ്യം. ശ്രീരാമൻ വരുന്നതിന് മുമ്പും ശ്രീകൃഷ്ണൻ വരുന്നതിന് മുമ്പും എന്തിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ ആമിനയുടെ അബ്ദുള്ളയുടെ പുത്രനായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഭൂജാതനായി? അദ്ദേഹം വരുമ്പോ പർവ്വതങ്ങളുണ്ട്. ഇസ്ലാം പറയുന്നത് പർവ്വതങ്ങളെ, ഭൂമി നിങ്ങളെയും കൊണ്ട് അടകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവനെ, അതാരാണോ, മൗണ്ടെയിൻസിനെ നിർമ്മിച്ചവൻ ആരാണോ, അത് ഭൂമിയുടെ ആഴമേറിയ വേരുവാക്കി മാറ്റിയവൻ ആരാണോ, അവനെ നിങ്ങൾ ആരാധിക്കുക. ഞാൻ ചോദിക്കുന്നു, ഇതിനെ എതിർക്കാൻ ലോകത്താർക്ക് സാധിക്കും? ഇവിടെ കർണാടകയിലോ കാസർഗോഡോ അല്ലെങ്കിൽ നമ്മുടെ മംഗലാപുരത്തോ ഒരു പ്രത്യേക ഗോത്രത്തിൽ ജനിച്ച് അവിടെ ഇരിക്കുന്ന ചുവന്ന ഡ്രസ്സും ധരിച്ച് പച്ചക്കുപ്പായവും ധരിച്ച് പച്ച പുതപ്പും പുതച്ചൊരു തങ്ങളെ ദൈവമായിട്ട് അവതരിപ്പിക്കണേ നിങ്ങൾക്ക് എന്നെ എതിർക്കാം? നേരെ മറിച്ച് ചോദ്യം, സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ചലിക്കുന്ന, സഞ്ചരിക്കുന്ന ഈ ഭൂമിയെ മാധവ ആര് സൃഷ്ടിച്ചു? അത് വിശാരിക്കാവിലമ്മയാണോ, ഗുരുവായൂരപ്പനാണോ, കർണാടകയിലെ ദേവീദേവന്മാരാണോ, ഔലിയാക്കളാണോ, ആരാണ്? ഈ ചോദ്യം മനുഷ്യരോടാണ്, ബുദ്ധിയുള്ളവരോടാണ്. ആരാണ്? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മനോഹരമായ വാക്കാണ്. മഹാനിർവഹണ സ്തോത്രത്തിലെ മനോഹരമായ പ്രാർത്ഥനയാണ്. എന്തായാലും പറയുന്നത്, ത്വമേകം ശരണ്യം, എന്റെ ശരണങ്ങളെല്ലാം, എന്റെ ശരണം വിളികളെല്ലാം സർവശക്തനായ ഏകനായ ദൈവമേ നിന്നോടാണ്, നിന്നോടാണ്. എന്റെ പ്രാർത്ഥനകൾ മുഴുവനും ഏകനായ ദൈവമേ നിന്നോടാണ്. എന്റെ ബലികർമ്മങ്ങളെല്ലാം സർവശക്തനായ ദൈവമേ നിന്നോടാണ്. നീ ആരാണ്?
ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. നീ ഒരു പഞ്ചായത്തിന്റെ ദൈവമാണോ? അല്ല. നീ ഒരു ഗോത്രത്തിന്റെ ദൈവമാണോ? അല്ല. നീ ഏതെങ്കിലും ഒരു ജില്ലയുടെ ദൈവമാണോ? അല്ല. നീ ഒരു സ്റ്റേറ്റിന്റെ ദൈവമാണോ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ ജഗത്തിനെ മുഴുവനും, ഈ അണ്ഡകടാഹത്തെ മുഴുവനും, അതിലെ അനന്ത പരകോടി ജീവജാലങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥ, ഞാൻ നിന്നെ നമിക്കുന്നു. അതാണോ കർണാടകയിലെ ആരാധന? അതാണോ കേരളത്തിലെ ആരാധന? അതാണോ ലോകത്തിലെ ആരാധന? ആണോ? ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാനെയാണോ ആരാധിക്കുന്നത്? അല്ല. ഞാൻ പറയാം, കാസർഗോഡ് ജില്ലയിലെ ഒരു ഭാഗത്ത് ഒരു ഹൈന്ദവൻ ആരാധിക്കുന്ന ദൈവത്തെ അതേ കാസർഗോഡ് ജില്ലയിലെ കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ കാസർഗോട്ടുകാരന് പരിചയമില്ല. ശരിയല്ലേ അത്? അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ ഹൈന്ദവ ദൈവങ്ങളെ കോഴിക്കോട് ജില്ലയിലെ ഹൈന്ദവർക്ക് പരിചയമില്ല. ശരിയല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ എല്ലാവരും ചിന്തിച്ചോ, പരിചയമുണ്ടോ? ഇല്ല. എന്നാൽ ഒരാളോട് നിങ്ങൾ ചോദിക്കും, ഈ ലോകത്തെ സൃഷ്ടിച്ചതാരാ? അത് ഉടയ തമ്പുരാൻ, പടച്ച തമ്പുരാൻ, സർവേശ്വരൻ, ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ലോകത്തിന്റെ നാഥൻ, തമ്പുരാൻ, റബ്ബ്, ദി ഗോഡ് എന്നൊക്കെ പറയുന്ന ഒരു സർവശക്തനായ പ്രപഞ്ചനാഥൻ. അല്ലേ? എല്ലാരും പറയില്ല, ആ നാഥനെ എന്തുകൊണ്ട് ആരാധിച്ചുകൂടാ? ഒരാള് പറയാണ്, ഞാൻ നിയമം മൂലം കല്യാണം കഴിച്ച എന്റെ ഭാര്യയാണ്, പക്ഷെ ഞാൻ അവളുമായിട്ട് ഒരു ബന്ധമില്ല, എല്ലാ അന്യ സ്ത്രീകളുമായിട്ടുണ്ട്. അതിനെ ആരെങ്കിലും പ്രശംസിക്കോ ദുനിയാവിൽ? ലോകത്തിൽ ആരെങ്കിലും അതിനെ പ്രശംസിക്കുവോ? കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നിയമം മൂലം ഭാര്യയാക്കി കിടപ്പറയിൽ അവളുമായി പങ്കുവെക്കില്ല. മറ്റേത് സ്ത്രീയുടെയും കൂടെ അന്തി ഉറങ്ങുന്നവനെ മാന്യത ഉള്ളവനായി ലോകത്താരെങ്കിലും അംഗീകരിക്കുവോ? മാന്യത ഉള്ളവനായി ലോകത്തൊരാളും അംഗീകരിക്കില്ല. ശരിയല്ലേ? ശരിയല്ലേ? ദൈവത്തിന്റെ വായു ശ്വസിച്ച്, ദൈവത്തിന്റെ വെള്ളം കുടിച്ച്, ദൈവം തന്ന കണ്ണുകൊണ്ട് കണ്ട്, ദൈവം തന്ന കാതുകൊണ്ട് കേട്ട്, ദൈവം തന്ന എല്ലാം ഉപയോഗിച്ച് വിളിക്കുന്നതൊക്കെ ആരെയാണ്? ശരണം തേടുന്നതൊക്കെ ആരെയാണ്? രാവിലെ കുളിച്ചൊരുങ്ങി കുറി തൊട്ട്, അല്ലെങ്കിൽ രാവിലെ കുളിച്ചൊരുങ്ങി ജുബ്ബയെടുത്തണിന് പോകുന്നത് എങ്ങോട്ടാ? സൃഷ്ടിയെ ആരാധിക്കാനാണ്. ശരിയല്ലേ? സിട്ടാവിനെ ആരാധിക്കാനാണോ? അല്ല. വായു തന്നവനെ ആരാധിക്കാനാണോ? അല്ല. പ്രഭാതത്തിൽ ഉണരാൻ ആത്മാവിനെ വിട്ടുതന്ന ലോകത്തിന്റെ നാഥനോടാണോ? അല്ല. അല്ല. അന്ന് ഫ്രൂട്ട് കഴിക്കാൻ ഈ പച്ചക്കറികൾ തന്ന, ഈ ഫ്രൂട്ട് തന്ന ഈശ്വരനെയാണോ? ആപ്പിളും മുന്തിരിയും നാരങ്ങയും ഓറഞ്ചില് ഇതൊക്കെ തന്ന ഈശ്വരനെ ആരാധിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. എവിടെയാ മനുഷ്യർ തെറ്റിപ്പോയത്? എവിടെയാ മനുഷ്യർ? നമ്മൾ ആരാധിക്കുന്നവർ നമുക്ക് ഒരരിമണി പോലും ലൈഫിൽ തന്നിട്ടില്ലാത്തവരെ എന്തിന്റെ പേരിൽ ആരാധിക്കുന്നു? അത് അത്ഭുതകരമല്ലേ? ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഇത് വ്യക്തമാക്കാം. നിങ്ങൾ ഈ ഹൈവേയിൽ രാത്രി 12 മണിക്ക് നിൽക്കുന്നു, ഒരുപാട് വാഹനങ്ങൾക്ക് കൈ കാണിച്ചു, അവസാനം ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തി, അതിൽ കയറി നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അവിടെ കൊണ്ടുപോയി ആ ടാക്സി സ്റ്റാൻഡിൽ നിങ്ങളെ നിർത്തി തന്നു. അവിടെ ഇറങ്ങി ആര്? ഈ കൈ കാണിച്ച യാത്രക്കാരൻ ഏതൊരു കാറിലാണോ വന്നത് ആ കാറിൽ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്ത് നിർത്തിയുള്ള ടാക്സി സ്റ്റാൻഡിലെ ഒരു ടാക്സിയിലെ ഡ്രൈവറോട് ചെന്നിട്ട് പറയാണ്, താങ്ക്സ്, നിങ്ങൾക്ക് വലിയ നന്ദി ഉണ്ട് കേട്ടോ. ആ രംഗം ആലോചിച്ചേ, ആ രംഗം ഒന്ന് ആലോചിച്ചേ. ഇവിടുന്ന് കാറ് കേട്ടിക്കൊണ്ട് വന്ന വ്യക്തി നിർത്തിയതിനു ശേഷം ആ കാറിന്റെ ഡോറ് തുറന്ന് അയാള് മെല്ലെ ഇറങ്ങി അടുത്ത കാറിൽ ഫ്രീ ആയിരിക്കുന്ന ഡ്രൈവറോട് താങ്ക്സ്. ഓ ഞെട്ടിപ്പോയി, എന്തടാ ഇവൻ എന്നോട് താങ്ക്സ് പറഞ്ഞു? എന്തിനാടാ ഇവൻ എന്നോട് നന്ദി പറഞ്ഞത്? അപ്പൊ കാറിൽ ഇരിക്കുന്ന ഡ്രൈവറോ? നന്ദി കെട്ടവൻ. ഇവിടെ ഈ ഹൈവേയിൽ നിന്ന് കേട്ടി കാസർഗോഡ് കൊണ്ടുപോയി ഇറക്കി കൊടുത്തവനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം ടാക്സിയിൽ ഇരിക്കുന്നവനോട് നന്ദി പറയാം. അതുപോലെയാണ് നമ്മുടെ നാട്ടുകാര്. വായു തന്നതല്ല, വെള്ളം തന്നതല്ല, കുട്ടികളെ തന്നതല്ല, താങ്ക്സ് മൊയ്തീൻ ശൈഖിന്. വായു തന്നത് മാധവന്, പ്രപഞ്ചനാഥൻ അല്ലാഹു, അല്ലേ? താങ്ക്സ് ഗുരുവായൂരപ്പന്, നന്ദി കെട്ടവൻ. ആലോചിച്ചോക്കെ, ആലോചിച്ചോക്കെ. അല്ലാഹു സൃഷ്ടിച്ച ഭൂമിയിൽ ജീവിച്ചിട്ട് യേശുക്രിസ്തുവിനെ വിളിച്ച് നന്ദി പറയുന്നു. എന്തിന്? ലോകർ ശരിക്കാലോചിക്കണം. നേർക്ക് നേരെ വളച്ചിട്ടൊന്നുമില്ല, വളച്ചു കെട്ടി പറയാൻ അറിഞ്ഞുകൂടാ. നേർക്ക് നേരെ ഞാൻ ചോദിക്കാൻ, നന്ദി ആരോടാണ്? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് പറഞ്ഞൊരു കവിതല്ലേ, അത് ആരോടാണ്? ആ നന്ദി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു കുതിരയുടെ ഉദാഹരണം. ആ കുതിരക്ക് യജമാനൻ പുല്ലും വെള്ളവും നൽകി. പുല്ലും വെള്ളവും, ആ പുല്ലും വെള്ളവും ഉപയോഗിച്ച് ഈ ശരീരം പുഷ്ടിപ്പെടുത്തിയ ആ കുതിരയുടെ ഉദാഹരണം പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, യജമാനനെ ആ കുതിര അതിന്റെ ചുമലിൽ എടുത്തു വെച്ചു. എന്നിട്ട് യുദ്ധഭൂമിയിലേക്ക് ഓടി കുളമ്പുകൾ തട്ടി, കാല് കല്ലിൽ തട്ടി തീ പരിപാലിച്ചു.
എന്നിട്ടും കുതിര പിറകോട്ട് നിന്നില്ല. യജമാനോട് നന്ദി കാണിച്ചു. യുദ്ധഭൂമിയിൽ ഇരുതല മൂർച്ചയുള്ള വാളുകൾ ഏറ്റുപൂമുന്ന രണഭൂമിയിൽ അങ്ങനെ യുദ്ധത്തിൽപ്പെട്ട് ആ കുതിര നിലംപതിച്ചു. യജമാനനോട് നന്ദി കാണിച്ച്. ഇത് ഖുർആനിന്റെ ഒരു ഉദാഹരണമാണ്. ഖുർആനിലെ 100-ാം അധ്യായം. എന്നിട്ട് ഖുർആൻ ഒരു പ്രയോഗം തൊട്ട് വാചകത്തിൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, എന്നാൽ മനുഷ്യൻ തന്റെ പരിപാലകനായ ഈശ്വരനോട് നന്ദി കെട്ടവനാണ്. അവന്റെതെല്ലാം ഉപയോഗിച്ച്, അവൻ തന്ന ഹൃദയം, അവൻ തന്ന പാൻക്രിയാസ്, അവൻ തന്ന സെറിബെല്ലം, അവൻ തന്ന സെറിബ്രം, അവൻ തന്ന പാൻക്രിയാസ്, അവൻ തന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്ന അനാട്ടമി പഠിക്കുന്നവർക്കറിയാം. ആന്തരിക അവയവങ്ങൾ അതൊക്കെ തന്ന പടച്ചവനോട് നന്ദി കാണിക്കാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ആരാധിക്കുന്നവരെ കുറിച്ച് ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും എല്ലാ മതക്കാരും ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്? സർവശക്തനായ പ്രപഞ്ചനാഥനെ ആരാധിക്കാൻ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചേ, സായിബാബ ഉദാഹരണം. അദ്ദേഹത്തിന്റെ 2 കിഡ്നി, 130 ഗ്രാം ഭാരമുള്ള കിഡ്നി, അത് കംപ്ലീറ്റ് കേടുവന്നു. അത് തകർന്നുപോയി. ആന്തരിക അവയവങ്ങൾ ഓരോന്നോരോന്നായി ക്ഷയിച്ചുപോയി. അദ്ദേഹത്തിന്റെ ലെൻസ് കംപ്ലീറ്റ് തകർന്നുപോയി. അങ്ങനെ ആദ്യം തന്നെ അദ്ദേഹം ആന്തരിക ഡെപ്ത്, ശരീരത്തിന്റെ അവയവങ്ങളുടെ ഡെപ്ത് അത് അനുഭവിച്ചു. ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെ മരിച്ചുപോയി. സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മരിച്ചൊടുങ്ങിയപ്പോഴും അത് നിയന്ത്രിക്കാനാവാത്ത പച്ചയായ മനുഷ്യനെ ആരാധിക്കുന്ന ലോകമേ, ഗൗരവമായി ആലോചിക്ക്. എന്താ യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിന്റെ പൊരുൾ? ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാം. ഒരു വണ്ടി ഓടിച്ചു പോകുന്ന ഡ്രൈവർ അറ്റാക്ക് ആയാൽ സ്വാഭാവികം, ഏത് വണ്ടിയാവട്ടെ, ആ വണ്ടിയിലെ ഡ്രൈവർ സൈലന്റ് അറ്റാക്ക് ആയാൽ ആ വണ്ടി പോയി ഇടിക്കും. എല്ലാവർക്കും അറിയാം. ഏത് ചിന്തയില്ലാത്തവനും അത് ഉൾക്കൊള്ളാൻ കഴിയും. ശരിയല്ലേ? മുഹമ്മദ് നബി മരിച്ചു, ലോകം നിശ്ചലമായോ? ഇല്ല. സൂര്യൻ ഉദിക്കാതെ പോയോ? ഇല്ല. ചന്ദ്രൻ അസ്തമിക്കാതെ പോയോ? ഇല്ല. സായിബാബ പുട്ടപ്പർത്തിയിൽ മരിച്ചു. രാവും പകലും മാറി മാറി വരുന്ന പ്രതിഭാസം സായിബാബ മരിച്ചപ്പോ ഇല്ലാതായോ? ഇല്ല. ചെടികൾ വിടർന്നു, സായിബാബ മരിച്ചത് കൊണ്ട് വിടരാതിരുന്നോ? ഇല്ല. സസ്യലതാദികൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു, സായിബാബ മരിച്ചത് കൊണ്ട് അത് ഇല്ലാതായോ? ഇല്ല. എന്ത് മനസ്സിലായി ബുദ്ധിയുള്ളവർക്ക്? ഈ ലോകത്തിലെ ഒന്നിലും ഒരു നിയന്ത്രണത്തിലും ഒരു പങ്കും ഇവർക്കാർക്കും ഇല്ല എന്ന് ലോകത്തിന് എല്ലാവർക്കും മനസ്സിലായി. ലോകത്തിന് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക തിരുശരീരം അവിടെ വെച്ചിരിക്കുന്നു സഹാബത്തിന്റെ മുമ്പിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗം? ആരെങ്കിലും, ഇസ്ലാമാണ് ഞാൻ പറയുന്നത്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ഈ പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നതെങ്കിൽ, ഖദ് മാത, അദ്ദേഹം മരിച്ചിരിക്കുന്നു, അദ്ദേഹം മരിച്ചിരിക്കുന്നു. അതല്ല, ആരെങ്കിലും സർവശക്തനായ പ്രപഞ്ചനാഥനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്, ഹയ്യുൽ ലാ യമൂത്, ആ ദൈവം ഒരിക്കലും മരിക്കൂല. അതായത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയി പറയാം. ഒരു മുസ്ലിം അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനിടയിൽ, നഊദു ബില്ലാഹ്, അത് പറയുന്നതിന് മുമ്പ് ഞാൻ അഡ്വൻസ് ചെയ്ത് പറഞ്ഞുകൊള്ളട്ടെ. ഒരു മുസ്ലിം കൈനീട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചാനലിൽ വാർത്ത അള്ളാഹു മരിച്ചു, നഊദു ബില്ലാഹ്, അങ്ങനെ ഒരു വാർത്ത ഒരു മുസ്ലിമിന് കേൾക്കേണ്ടി വരില്ല. മുസ്ലിമിന്റെ ദൈവം മരിക്കില്ല, ഒരിക്കലും മരിക്കാത്ത ദൈവം. വേറെ ഏത് മതവിഭാഗത്തിന് ഇത് അവകാശപ്പെടാൻ കഴിയും? വേറെ ഏത് മതവിശ്വാസികൾക്ക് ഇത് അവകാശപ്പെടാൻ കഴിയും? ഇല്ല. ഞാൻ നിങ്ങളോട് ലളിതമായി ചിന്തിക്കാൻ വേണ്ടി പറയാൻ, നമ്മൾ അവിശ്വാസികളായി മരിച്ചു പോകരുത്. വേദഗ്രന്ഥത്തിനെതിരായി നമ്മൾ മരിച്ചു പോകരുത്. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമുള്ള ഭഗവത്ഗീത, 3 ഖണ്ഡങ്ങളായി വിജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, അല്ലേ? അവിടെ ആരാധനാപരമായ ജ്ഞാനകാന്ഡമുണ്ട്, കർമ്മകാന്ഡമുണ്ട്, ഉപാസനാകാന്ഡമുണ്ട്. ഓരോ കാണ്ഡത്തിൽ 6 അധ്യായങ്ങൾ, 3 കാണ്ഡങ്ങളിലെ 18 അധ്യായങ്ങൾ, 700 ശ്ലോകങ്ങൾ, ഇതെല്ലാമുള്ള ഭഗവത്ഗീത. ഇതൊക്കെ ദൈവത്തെ കുറിച്ച് എന്ത് പറയുന്നു? ഈശ്വരനെ കുറിച്ച് എന്ത് പറയുന്നു? ഈശ്വരൻ ഇല്ല എന്നാണോ? ഉണ്ട് എന്നാണോ? ഉണ്ടെങ്കിൽ ആരാണ് ഈ ലോകത്തെ ആരാണോ നിയന്ത്രിക്കുന്നത്? നമുക്കറിയാം, അതിൽ നമ്മൾ പറയുന്ന ആർക്കും പങ്കില്ല. മൊയ്തീൻ ശൈഖാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് എന്ന് മുസ്ലിങ്ങൾ പറയുമോ? മഴ പെയ്യിപ്പിക്കുന്നത് ശ്രീരാമനാണെന്ന് ഹൈന്ദവർ പറയുമോ? ഇല്ല. കാരണം ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പേ മഴയുണ്ട്, ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പേ സാഗരമുണ്ട്, ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പേ ലോകമുണ്ട്.
യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ വെള്ളമുണ്ട്, സാഗരങ്ങളുണ്ട്, കാട്ടാറുകളുണ്ട്, ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുണ്ട്, ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുണ്ട്, കോടാനുകോടി കാനനങ്ങളിൽ, കോടാനുകോടി വൃക്ഷങ്ങളിൽ, കോടാനുകോടി ചില്ലകളിൽ, കോടാനുകോടി ഇലകളിൽ, ഒരുപാട് ഇലകൾ ഈ ഭൂമിയിൽ നട്ടിട്ട് വീഴുന്നുണ്ട്. ഇതൊക്കെ നിയന്ത്രിച്ച ആ സർവേശ്വരനെ, ലോകത്തിന്റെ നാഥനെ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ, സർവശക്തനായ നാഥനെ, അളവറ്റ ദയാപരനായ നാഥനെ, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വര വിശ്വാസിയെയും നിരീശ്വരവാദിയെയും എല്ലാം സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ ഏകനായ പടച്ചതമ്പുരാനെ, ആ പടച്ചതമ്പുരാനെ ആരാധിക്കാൻ, അല്ലേ, ആ പടച്ചതമ്പുരാനെ ആരാധിക്കാൻ സമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത്പരം ശാന്തി സ്ഥാനം പ്രാപ്സസ്തി ശാശ്വതം എന്ന് പറയുന്ന ശാശ്വതമായ അനുഗ്രഹീതമായ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു ജീവിതത്തെ കുറിച്ച് വേദഗ്രന്ഥങ്ങൾ ഗൗരവമായി പറഞ്ഞു. പുനർജന്മ സിദ്ധാന്തം വേദത്തിൻ്റെതല്ല. പന്നിയായി, നായയായി, ചണ്ടാലനായി ലോകത്ത് ജനിക്കുമെന്ന് പറയുന്നത് വേദഗ്രന്ഥത്തിന്റെ പരാമർശമല്ല. B.R. അംബേദ്കർ ലോകത്ത് ഈ കാര്യം വിളിച്ചു പറഞ്ഞ ആളാണ്. രാജാറാം മോഹൻ റോയ് ലോകത്തോട് ഇത് പറഞ്ഞ ആളാണ്. അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി വോള്യം 1 പേജ് 91, ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി വോള്യം 1 113 പേജ്, രാഹുൽ സാങ്കൃത്യായൻ വിശ്വദർശനങ്ങൾ 552 പേജ്. ഇതിലെല്ലാം പുനർജന്മം ഇല്ലെന്ന് പറയുന്നു, സ്വർഗമുണ്ടെന്ന് പറയുന്നു, നരകമുണ്ടെന്ന് പറയുന്നു, നല്ല കർമ്മങ്ങൾ ചെയ്തവർ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നു, ചീത്ത കർമ്മങ്ങൾ ചെയ്തവർ നരകത്തിൽ പോകുമെന്ന് പറയുന്നു, ലോകത്തിനൊരു സിട്ടാവുണ്ടെന്ന് പറയുന്നു, ആ സിട്ടാവിനെയാണ് ആരാധിക്കേണ്ടെന്ന് പറയുന്നു, ആ സിട്ടാവിനെ ആരാധിക്കലുടെ മോക്ഷമുള്ളൂ എന്ന് പറയുന്നു. ഉപനിഷത്തുക്കളുടെ മന്ത്രങ്ങൾ പോലും ആ വാചകം പഠിപ്പിക്കുന്നു. ത്വമേക ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ഞാൻ പറഞ്ഞുവല്ലോ, വേദഗ്രന്ഥങ്ങൾ അന്തം തമഹ പ്രപിശംതിയേ സംപൂത്യമുപാസതേ തദോഭൂയ ഇവദേ യഹു സംപൂത്യം രദഹ. ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകം. അതിൽ പറയുന്ന എന്താ? ഏതെങ്കിലും ഒരു സൃഷ്ടിയെ നിങ്ങൾ ആരാധിച്ചാൽ, അത് സൂര്യനാകാം, ചന്ദ്രനാകാം, പാമ്പാകാം, പശുവാകാം, എന്തിനെ നിങ്ങൾ ആരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്തിൽ പോകുന്നു എന്ന് ഈശാവാസ്യോപനിഷത്ത് പറയുന്നു. ഭഗവത്ഗീതയിൽ പോലും അവ്യക്തം വ്യക്തി മാപന്യം മാന്യന്തേ മാമബുദ്ധയ പരംഭാവമജാനന്ദോ മാമാവ്യയമനുത്തമം എന്ന് വേദഗ്രന്ഥം പറയുന്നു. വേദഗ്രന്ഥം തീർത്ത് ഈശ്വരനെ ആരാധിക്കാൻ പറയുന്നു, സൃഷ്ടികളെ ആരാധിക്കരുത് എന്ന് പറയുന്നു. വേദഗ്രന്ഥം വേറൊരു സ്ഥലത്ത് പറയുന്നത് വളരെ വ്യക്തമായി, യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിത്തി നേതം യേതി തം ഉപാസതേ യശ്രോത്രേണ നശ്രുണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിത്തി നേതം യേതി തം ഉപാസതേ എന്ന് തീർത്തു പറയുന്നു. അവിടെ വളരെ മനോഹരമായിട്ടാണ് ആ വാചകം പറയുന്നത്. അതായത് വേദഗ്രന്ഥം പറയുന്ന, ഭക്തവത്സല, ഏതൊരു ബിംബത്തിന്റെ മുമ്പിൽ നീ ആരാധന സമർപ്പിക്കുന്നുവോ, കേനോപനിഷത്തിന്റെ പ്രഥമവല്ലി 6-7 ശ്ലോകങ്ങളാണ് ഞാൻ പറഞ്ഞത്. വേദഗ്രന്ഥ താളുകളുടെ ഉദ്ധരണികളാണ് പറഞ്ഞത്. അവിടെ പറയുന്നത്, ഏതൊരു ബിംബത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നുവോ അത് സാക്ഷാൽ പ്രപഞ്ചനാഥനല്ല, നിന്റെ കണ്ണിന് കാണാനാവാത്ത, നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കുക എന്നാണ് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞത്. മാർക്കോസിന്റെ 12ാം അധ്യായം 29ാമത്തെ വചനം, യോഹന്നാൻ സുവിശേഷം 12ാം അധ്യായം 44ാമത്തെ വചനം, മത്തായിയുടെ സുവിശേഷം 7ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വചനം, പുറപ്പാട് 20ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, ആവർത്തന പുസ്തകം 4ാം അധ്യായം 17ാമത്തെ വചനം. അതിലെല്ലാം ബൈബിൾ പറയുന്നത് ലോകത്തിന്റെ സിട്ടാവിനെ ആരാധിക്കാനാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ചു, സങ്കീർത്തന പുസ്തകം 148ാമത്തെ പേജ് 1 മുതൽ 6 വരെയുള്ള വചനം, ആകാശത്തിലെ പറവകളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആഴിയിലെ മത്സ്യാദികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, കാരണം അവനല്ലയോ നിങ്ങളുടെ സൃഷ്ടാവ്, അവനല്ലയോ നിങ്ങളുടെ പരിപാലകൻ. അപ്പൊ ലോകത്തിന്റെ പരിപാലകൻ, ലോകരുടെ പരിപാലകൻ, ആകാശഭൂമികളുടെ നാഥൻ, ആ നാഥനെ ആരാധിക്കാനാണ് ലോകത്തോട് മതഗ്രന്ഥങ്ങൾ മുഴുവനും വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ലോകത്തിനു മുമ്പിൽ വെക്കുന്നത്, വിശുദ്ധ ഖുർആനിൽ ഒരു വാചകം, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ ഗൗരവമായി, അവർ കാണുന്നില്ലേ? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്.
മനുഷ്യർ കാണുന്നില്ലേ? എന്ത് കാണുന്നില്ലേ? ആകാശഭൂമികളിലുള്ളതെല്ലാം സർവശക്തനായ പ്രപഞ്ചനാഥനെ പ്രണാമമർപ്പിക്കുന്നത് അവർ കാണുന്നില്ലേ? അല്ലാത്തൊരു ചോദ്യമാണ്. സൂര്യൻ ദൈവത്തെ ആരാധിക്കുന്നു, ചന്ദ്രൻ ദൈവത്തെ ആരാധിക്കുന്നു, ഇവിടുത്തെ വൃക്ഷലതാദികൾ ദൈവത്തെ ആരാധിക്കുന്നു, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകൾ ദൈവത്തെ ആരാധിക്കുന്നു, ഭൂമിയിലെ ഉരകവർഗങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ ലോകത്തെ സർവചരാചരങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ മനുഷ്യരെ, നിങ്ങൾ മാത്രം സൃഷ്ടികളെ ആരാധിക്കുന്നത് എന്ത് എന്ന ന്യായമായ ഖുർആനിന്റെ ചോദ്യം, ഖുർആന്റെ 22-ാം അധ്യായം 18-ാമത്തെ വചനം ന്യായമാണ്. ലോകത്തേതെങ്കിലും ഒരു പശു മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട പോയിന്റാണ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു പാമ്പ് മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവിയെ, ലോകത്തിലെ ഏറ്റവും ബുദ്ധിജീവിയാര് മനുഷ്യൻ, ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയാര് മനുഷ്യൻ, ആ ഉത്കൃഷ്ട സൃഷ്ടിയെ പാമ്പ് ആരാധിച്ചിട്ടില്ല? ഇല്ല. സൂര്യൻ ആരാധിച്ചിട്ടില്ല, ചന്ദ്രൻ ആരാധിച്ചിട്ടില്ല. അവരൊക്കെ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളും ആ പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കും. ഇതാണ് ഇസ്ലാമിലെ ഏറ്റവും മൗലികമായ പോയിന്റ്. ഇനി നമ്മൾ നമസ്കാരത്തിന് വേണ്ടി പിരിയുകയാണ്. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വന്നാൽ ഈ വിഷയത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയി വേദഗ്രന്ഥങ്ങളുടെ പിന്തുണയോടെ ഇൻഷാ അല്ലാഹ് നമ്മൾ അവതരിപ്പിക്കും. സർവശക്തനായ പ്രപഞ്ചനാഥൻ കാര്യങ്ങളെ അപഗ്രഥിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സൃഷ്ടിച്ച നാഥനിലേക്ക്, വായും വെള്ളവും നൽകിയ നാഥനിലേക്ക്, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് അവസരമൊരുക്കി തരുമാറാകട്ടെ ഈ പ്രോഗ്രാം എന്ന പ്രാർത്ഥനയോടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയങ്കരായ സഹോദരന്മാരെ, മഗ്‌രിബ് നമസ്കാരത്തിന്റെ മുമ്പായി വളരെ ഗൗരവകരമായ ഇസ്ലാം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യമായി സൂചിപ്പിച്ചത്. ലോകത്തിലെ വർഗീയ വിരുദ്ധമായ ചിന്തയാണ് ഇസ്ലാമിന്റെ ദൈവവിശ്വാസം എന്നാണ് ഞാൻ ചുരുക്കത്തിൽ അവതരിപ്പിച്ചതിന്റെ അകത്തുക. അതായത് വളരെ ലളിതമായി അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം ആരെ ആരാധിക്കണം എന്നതിന് കൃത്യമായ കണിശമായ റൂട്ട് ലോകത്ത് വേറൊരു മതത്തിന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിത് പറയുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാട്ടിലെ ഹൈന്ദവ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരാലോചിച്ചു നോക്കട്ടെ, ദൈവവിശ്വാസത്തിൽ കൃത്യമായ എന്ത് കാഴ്ചപ്പാടാണുള്ളത്? യേശുക്രിസ്തു ആരാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 സംഭവങ്ങളുണ്ട് ലോകത്ത്. ആരാണ് പിതാവ്? യേശുക്രിസ്തു പറയുന്നത് പിതാവ് എന്നേക്കാൾ വലിയവനാണ്. ഞാൻ സ്വന്തമായി ഒരു വാക്കും പറയുന്നില്ല, സ്വന്തമായി ഞാനൊരു വാചകവും പറയുന്നില്ല. ഞാൻ എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും ലോകത്തിന്റെ നാഥൻ എന്നെ പഠിപ്പിച്ചതാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്. യോഹന്നാൻ സുവിശേഷത്തിലെ 12-ാം അധ്യായം 44-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് ഞാൻ എങ്ങനെ പറയണമെന്നും എന്ത് പറയണമെന്നും ലോകത്തിന്റെ നാഥൻ എന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ലോകത്തിന്റെ നാഥൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ജീവിക്കുക എന്നാ പറയും. അപ്പൊ വേദഗ്രന്ഥങ്ങളെല്ലാം ലോകത്ത് മനുഷ്യരെ പഠിപ്പിച്ചത് ശുദ്ധമായ ഏകദൈവാരാധനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ ആശയമാണ്. ഞാൻ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. വളരെ ലളിതമായ ഒരു ഉദാഹരണം. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു ബിംബം തകർന്നു പോയാൽ മറ്റൊരു മതവിഭാഗക്കാരൻ ക്ഷേത്രത്തിൽ കയറി വന്ന് ബിംബത്തെ തകർത്താൽ അത് സമാധാനം ഉണ്ടാക്കലാണോ സമാധാനം നശിപ്പിക്കലാണോ? ഒരു ബഹുദൈവ വിശ്വാസത്തെ ആശയപരമായി എതിർക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ബിംബത്തെ തകർക്കുക എന്ന് പറയുന്ന സംഗതി നടന്നാൽ കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാവും, ലോകത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ബോംബെയിൽ BR അംബേദ്കറിന്റെ പ്രതിമ ചെരുപ്പ് ചാർത്തപ്പെട്ടു ആ പ്രതിമയിൽ. അപ്പൊ ഏറിയ പ്രശ്നങ്ങളും കലാപങ്ങളും മഹാരാഷ്ട്രയിൽ ബോംബെയിൽ ഉണ്ടായി. എല്ലാവർക്കും അറിയാവുന്നതാണ്. BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു. ഒരു ദൈവം പോലും അല്ല BR അംബേദ്കർ, എല്ലാരും മനസ്സിലാക്കണം. ആരെങ്കിലും ആരാധിക്കുന്ന ഒരു മൂർത്തിയായോ ദൈവമായോ ആരും അതിനെ സങ്കല്പിക്കാത്ത
BR അംബേദ്കറിന്റെ പ്രതിമ പോലും എന്തു സംഭവിച്ചു? തകർക്കപ്പെട്ടപ്പോൾ 4 ആള് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. 4 ആള് കൊല്ലപ്പെട്ടു. ഞാൻ ചോദിക്കുന്നു, വളരെ രസകരമായൊരു ചോദ്യം. ബീഹാറിലും ഒറീസയിലും ഒക്കെ മതകലാപങ്ങൾ ഉണ്ടായപ്പോൾ ക്രിസ്തീയ ചർച്ചുകളിലെ ബിംബങ്ങൾ തകർക്കപ്പെട്ടു. വളരെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒരു പോയിന്റ് പറയണം. അതായത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ യേശു ക്രിസ്തുവിന്റെയും കന്യാമറിയമിന്റെയും പ്രതിമകൾ തകർക്കപ്പെട്ടപ്പോൾ അതൊരു മതത്തിനെതിരായി, ആ പ്രവൃത്തി ചെയ്തവൻ മഹാപാപിയായി എല്ലാവരും അംഗീകരിക്കുന്നു, അല്ലേ? ശരിയല്ലേ? എന്നാൽ ബൈബിളിൽ പ്രതിമയുണ്ടോ? ബൈബിൾ പ്രകാരം പ്രതിമാരാധന പാടുണ്ടോ? ഹൈന്ദവ വേദപ്രകാരം പ്രതിമ വെക്കാൻ പാടുണ്ടോ? പാടില്ലാത്തൊരു സംഗതി ചെയ്തപ്പോൾ കുഴപ്പമുണ്ടായി. ലളിതമായൊരു ഉദാഹരണം. നേരത്തെ എന്റെ മുമ്പ് പ്രസംഗിച്ച മദ്യപാനത്തിന്റെ, ആൽക്കഹോളിക്കിന്റെ കരാളാസ്ത്രങ്ങളിൽ ആധുനിക ലോകം ഞെരിഞ്ഞമർന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഒരുപാട് വിഷയങ്ങളോടെ ചർച്ച ചെയ്തു. മദ്യപാനം കൊണ്ട് തിന്മയില്ലേ ലോകത്ത്? ഉണ്ട്. അതുപോലെ പ്രതിമ വെക്കുക വഴി തിന്മയുണ്ട് ലോകത്ത് എന്ന വസ്തുത നമ്മൾ ഗൗരവമായി പഠിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം എന്താണ്? ചതുർവേദങ്ങളിൽ യജുർവേദം 32-ാം അധ്യായം ആർക്ക് എടുത്തു നോക്കാം? 3-ാമത്തെ വചനം, നതസ്യ പ്രതിമാസ്തി. ദൈവത്തിന് പ്രതിമയില്ല. ദൈവത്തിന് പ്രതിമയില്ല എന്നാ പറയുന്നത്. പ്രതിമ വെക്കാതെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിൽ പറയുന്നത്. ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി ഇസ്ലാമിനെ ഒരുപാട് എതിർത്തു നോക്കിയിട്ടുള്ള ആളാണ്. പക്ഷെ സ്വാമി ദയാനന്ദ സരസ്വതി 16 ദൂഷ്യങ്ങൾ ബിംബാരാധനക്കുണ്ട് എന്ന് പറഞ്ഞു. നമുക്കൊക്കെ ലളിതമായി പറയാം, ദൈവത്തെ ബിംബത്തിൽ ഒതുക്കാൻ പറ്റുമോ? സർവശക്തനായ ദൈവത്തെ ബിംബത്തിൽ ഒതുക്കാൻ പറ്റുമോ? ഒരാള് കരിങ്കല്ല്, ആണും പെണ്ണുണ്ട് കല്ലിൽ, നിങ്ങൾക്കറിയാം. അതായത് നമ്മള് സാധാരണ ശിലകൾ നിർമ്മിക്കാൻ, ബിംബങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കല്ല്, ആ കല്ല് ആര് സൃഷ്ടിച്ചതാണ്? ലോകത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചതാണ്. ആ കല്ലിനെയാണ് പിന്നെ നമ്മൾ കൊണ്ടുപോയി ദൈവത്തിന്റെ രൂപമായി. അത്ഭുതം എന്താ? റോഡരികിൽ ദൈവങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. മനുഷ്യരത് വിലക്ക് വാങ്ങി പേശി, ദൈവത്തിന്റെ വില പേശി. ഇത് 2000, 1800 തരുവോ, 1500 തരുവോ എന്ന് ചോദിക്കാൻ ആരെ? നമ്മൾ ആരാധിക്കേണ്ട സർവശക്തനായ ഈശ്വരനെ. എന്നിട്ട് കൊണ്ടുപോയി നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. അതുവരെ റോഡരികിൽ കിടന്ന ഒന്നിനെ നമ്മൾ കയ്യിലെടുത്ത് കാറിന്റെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ ടേൺ ചെയ്തപ്പോ കാറൊന്ന് 6 അടി മറിഞ്ഞ് താഴെ പോയപ്പോ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് നിർമ്മിച്ച പ്രതിമ തകർന്ന് തരിപ്പണമായി ഒരു പിടി മണ്ണായി മാറിയപ്പോഴും മനുഷ്യർ ആലോചിച്ചില്ല ആരെ ആരാധിക്കേണ്ടത്. വേദഗ്രന്ഥങ്ങൾ തീർത്തു പറയുന്നു, നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമയില്ല എന്ന് പറയുന്നു. ആവർത്തന പുസ്തകം ബൈബിൾ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനം എന്താ? ഒറേബൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടില്ല. അതുകൊണ്ട് മനുഷ്യരുടെ ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്, അരുത്, മദ്യപിക്കരുത്, പ്രതിമയുണ്ടാക്കരുത്, വ്യഭിചരിക്കരുത്, അരുത് 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 എന്ന് പറഞ്ഞില്ലേ? ആകാശത്തിലെ പറവചാരികളുടെ രൂപമുണ്ടാക്കരുത്, ആടിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്, അല്ലേ? ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം. അതിന്റെ സബഡിങ് തന്നെ എന്താ? ബിംബാരാധനക്കുള്ള ശിക്ഷ എന്നാണ്. ബിംബാരാധനക്കുള്ള ശിക്ഷ എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാം, പുറപ്പാട്, ഓൾഡ് ടെസ്റ്റമെന്റ്, പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം എന്താ? മിശ്രീം ദേശത്തു നിന്നും, അടിമഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്, അരുത്, ബിംബമുണ്ടാക്കരുത്. ഇനി ഞങ്ങളോട് ചോദിക്കണം, കള്ളു കുടിച്ചാൽ പ്രശ്നം ഉണ്ടാവുമോ? ഉണ്ടാവും. ദൈവം വിലക്കി എന്തൊരു കാര്യം മനുഷ്യർ ചെയ്താലും കുഴപ്പമുണ്ടാവോ? അത് എന്നെ ബിംബത്തെ ദൈവം വിലക്കി, ആരാധനയും വിലക്കി. അത് ചെയ്തപ്പോ കലാപമുണ്ടായി, തമ്മിഴറയോട്ടുണ്ടായി. ഞാൻ രസകരമായൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. ലോകത്തെവിടെയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ആ പ്രതിമ തകർത്തതിന്റെ പേരിൽ പോലീസുകാർ അങ്ങോട്ട് കുതിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തിട്ട് ഒരു മുസ്ലിമിന്, ഒരു ഹിന്ദുവിനെ, ഒരു ജൂതനെ, ഒരു ക്രിസ്ത്യാനിയെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഏറ്റവും കലാപം കുറച്ച ശാന്തിയുടെ മതമേതാണ്? ആലോചിച്ചോ. ശാന്തി കുറച്ചു കൊണ്ടുവന്ന പ്രായോഗികമായ മതമേതാണ്? ഇസ്ലാമാണ്. എല്ലാവർക്കും അറിയാം.
എല്ലാവർക്കും യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എന്റെ ഉപ്പ, നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനെയാണ്? പ്രയോജനമില്ലാത്ത, കാണാത്ത, കേൾക്കാത്ത. അദ്ദേഹം പറയാണ്, ആസറിനോട് അബ്രഹാം പ്രവാചകൻ പറഞ്ഞാണ്, ഉപ്പാ, നിങ്ങൾ ഈ കല്ലിന്റെ രൂപം വെച്ച് ആരാധിക്കുന്നു. അത് കേൾക്കുമോ? അത് കാണുമോ? അതറിയുമോ? അത് ചിന്തിക്കുമോ? വേദഗ്രന്ഥം ചോദിച്ച ചോദ്യമാണ്. വേദഗ്രന്ഥം തീർത്ത് സർവവേദങ്ങളും ഈ ആശയത്തെ പറയും. കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം, കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം എന്താ? ചതുപ്പ് നിലങ്ങളുടെയും കുന്നിന്റെയും കാടിന്റെയും ആലകങ്ങളുടെയും ആലയങ്ങളുടെയും നദികളുടെയും ചുള്ളിക്കമ്പുകളുടെയും മൺതരികളുടെയും എല്ലാറ്റിന്റെയും നാഥനായ, മരച്ചില്ലകളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളുടെയും ഒക്കെ നാഥനായ, പുളഞ്ഞൊഴുകുന്ന നദികളുടെ നാഥനായ സർവേശ്വര, നിന്നെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഇതാണ് കൃഷ്ണ യജുർവേദം 4-ാം അധ്യായത്തിലുള്ളത്. ഇനി എത്രത്തോളം എന്ന് പറഞ്ഞാൽ, യജുർവേദം 13-ാം അധ്യായം 5-ാം കാണ്ഡം അതിൽ 21-22 വചനം എന്താ? ദൈവം ഏകനായി എന്നെന്നും നിലനിൽക്കുന്നു, അവനെ നീ ആരാധിക്കുക. അപ്പൊ ലോകത്തെ എല്ലാവരും ആരെയാണ് ആരാധിക്കേണ്ടത്? ഈ വെട്ടത്തിൽ പാറി നടക്കുന്ന കൃമികീടങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്? പൂമ്പാറ്റകളെ ആരാണ് സൃഷ്ടിച്ചത്? ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിലേക്ക് ദേശാന്തര ഗമനം നടത്തുന്ന ആർട്ടിക് ടേണിനെ ആരാണ് സൃഷ്ടിച്ചത്? മൊണാർക്ക് ചിത്രശലഭങ്ങൾ എന്ന ജനിതക കോഡുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മൊണാർക്ക് ചിത്രശലഭങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്? പുല്ലും പുൽച്ചാടിയും തവളയും ഏകകോശ ജീവിയായ ഹമീമ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ, മാധവ, സുരേന്ദ്ര, ദേവദാസെ, ബഷീറെ, സുബേറെ, അബ്ദുൽ ഖാദറെ ആരാണ് സൃഷ്ടിച്ചത്? അവനാണ് ലോകത്തിന്റെ നാഥൻ, അല്ലേ? അവനാണ് ലോകത്തിന്റെ നാഥൻ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. വല്ലാത്തൊരു വാചകമാണ്. അല്ല, ലോകത്ത് വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തെ മൊത്തത്തിൽ പഠിപ്പിക്കുന്ന ഒരാശയം. അവിടെ പറയുന്നത്, അവലംബങ്ങളില്ലാതെ ആകാശത്തെ സംവിധാനിച്ചവൻ ആര് എന്ന ചോദ്യം ഖുർആനിന്റേതാണ്. അതാരാണ്? ഒരാൾ പറഞ്ഞു നോക്കട്ടെ, അത് മുഹമ്മദ് നബിയാണ്. അവൻ തോറ്റുപോകും. കാരണം മുഹമ്മദ് നബിക്ക് മുമ്പേ 7 ആകാശമുണ്ട്. ഈ ഭൂമുഖത്ത് 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരില്ലെങ്കിൽ അന്ന് പർവ്വതമുണ്ടല്ലോ. ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനുണ്ടല്ലോ, ചന്ദ്രനുണ്ടല്ലോ. ആ ചന്ദ്രനും സൂര്യനും സഞ്ചരിച്ചുവല്ലോ. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. ഖുർആനിലെ 36-ാം അധ്യായം 38, 39, 40 വചനങ്ങൾ. സൂര്യൻ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ അതിന്റെ നിലാവലകൾ പൊഴിക്കുന്നു. വകുല്ലും ഫീ ഫലഖിൻ യസ്ബഹൂൻ. ഒരു ഗോളവും മറ്റൊരു ഗോളത്തെ ഓവർടേക്ക് ചെയ്യാതെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ 10 മണി മുല്ല എന്ന് പറയുന്ന ഒരു പൂവുണ്ട്. 10 മണി ഷാർപ്പിനാണ് അത് വിടരുക. ആര് പറഞ്ഞു അതിനോട് 10 മണിയായി എന്ന്? ആര് പറഞ്ഞു ആ പുഷ്പത്തോട് 10 മണിയായി? ആരെ അതിനോടത് പറഞ്ഞത്? ആ നാഥനെ, ലോകത്തിന്റെ നാഥനെ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, പാശ്ചാത്യന്റെ, പൗരസ്ത്യന്റെ, കറുത്തവന്റെ, വെളുത്തവന്റെ, ലോകരുടെ ലോകങ്ങളുടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോകങ്ങളുടെയും പരിപാലകനായ പ്രപഞ്ചനാഥനാകുന്നു. എത്ര കൃത്യമായ വാചകം! എത്ര കൃത്യമായ വാചകം! മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാചകം എന്താണ്? കർത്താവേ, കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് ആ നാളിൽ, ആ ന്യായവിധി നാളിൽ എന്റെ അടുത്ത് വന്ന് നിങ്ങൾ പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പലതും ചെയ്തുവല്ലോ. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതപ്രേത പിശാചുക്കളെ പുറത്താക്കിയല്ലോ എന്ന് ആ നാളിൽ നിങ്ങൾ പറയും. അപ്പോൾ ഞാൻ അവരോട് പറയും, എനിക്ക് നിങ്ങളെ പരിചയമില്ല, ദുഷ്ടജനങ്ങളെ മടങ്ങിപ്പോ എന്ന് മത്തായിയുടെ സുവിശേഷം പറയും. അതാണ് കർത്താവിന്റെ പേരിൽ നിങ്ങൾ പലതും സത്യം ചെയ്തു പറയും, പക്ഷെ അതൊന്നും ശരിയല്ല എന്ന് തീർത്ത് യേശു ക്രിസ്തു പറഞ്ഞതായി വേദത്തിൽ രേഖപ്പെടുത്തുന്നു. മതം സമാധാനമാണ്, ഇസ്ലാം ശാന്തിയാണ്. എന്തുകൊണ്ട്? ലോകത്തോട് പറഞ്ഞു, നിങ്ങൾ ലോകരുടെ നാഥനെ ആരാധിക്കും, എങ്കിൽ നിങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ടാകും, സഹോദര്യമുണ്ടാകും. എന്റെ ദൈവം നിന്റെ ദൈവം, അവന്റെ ദൈവം ഞങ്ങളുടെ ദൈവം. ബാബരി മസ്ജിദ് ധ്വംസനം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇന്ത്യ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. മഹാരാഷ്ട്രയിൽ ഗോവധ നിരോധം എന്തിന്റെ ഭാഗമാണ്?
ദൈവവിശ്വാസത്തിന്റെ പേരിലല്ലേ? അല്ലേ? നാളെ പിറ്റേന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മതവിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അപ്പൊ മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്യുന്നു. നാളെ കർണാടകയിലെ മുഴുവൻ മുസ്ലിങ്ങളും പറയാണ് ചേലാകർമ്മത്തിന് 4 ഗുണമുണ്ട്, ചേലാകർമ്മത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹൈന്ദവ പണ്ഡിതന്മാർ വരെ എന്താ പറഞ്ഞത്? ചേലാകർമ്മം കൊണ്ട് ഫൈമോസിസ്, പാരാഫൈമോസിസ്, ലിംഗാഗ്ര ക്യാൻസർ, അർബുദം, ഇതിൽ നിന്ന് രക്ഷ. ലൈംഗികമായി ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ത്രില്ല് കിട്ടുന്നത് ചേലാകർമ്മം ചെയ്ത പുരുഷനിൽ നിന്ന്. പുരുഷന് സ്ത്രീയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈംഗികാനന്ദം കിട്ടുന്നത് ചേലാകർമ്മം ചെയ്ത പുരുഷന്. ശരിയാണ്, ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ചാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ പറയാണ്, ഇവിടുത്തെ ഒരൊറ്റ ഹിന്ദുവും അവന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്യാതെ ഇനി ഞങ്ങൾ വിടൂല എന്ന് പറയാം. അതിന്റെ പേരാണ് തീവ്രവാദം, അതിന്റെ പേരാണ് ഭീകരവാദം, അതിന്റെ പേരാണ് മനുഷ്യത്വമില്ലായ്മ. നിങ്ങൾ ആലോചിച്ചു, മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്യണം എന്ന് പറയും. അതിന് ശാസ്ത്രീയമായി തന്നെ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്യണം എന്ന് വാശി പിടിച്ചാൽ അത് കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാക്കും, കലാപം ഉണ്ടാക്കും. എന്റെ വിശ്വാസം എന്നിൽ നിൽക്കണം. എന്റെ വിശ്വാസം അതാണെങ്കിൽ മുസ്ലിങ്ങളോട് പറയണം ചേലാകർമ്മം ചെയ്യണം. പശുവിനെ ആരാധിക്കുന്നവർ പറയണം പശുവിനെ അറക്കരുത്. ശരി, പശുവിനെ അറക്കണ്ട, ഹൈന്ദവർ അറക്കണ്ട. ലോകത്ത് പല കാര്യങ്ങളും നമ്മൾ അടിച്ചേൽപ്പിച്ചാൽ അത് സമൂഹം സ്വീകരിക്കില്ല, ജനാധിപത്യ രാജ്യം സ്വീകരിക്കില്ല. ഇപ്പൊ ഇസ്ലാം ലാ ഇക്റാഹ ഫിദ്ദീൻ കതബയ്യന അർ-റുശ്ദ് മിനൽ ഗയ്, ഖുർആന്റെ 2-ാമത്തെയും 256-ാമത്തെ വചനം സൂറത്ത് ബഖറ. ബഖറ എന്ന് പറഞ്ഞാൽ പശുന. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം പശു എന്നാണ്. അതും കൂടെ മനസ്സിലായിക്കൂടി. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായത്തിന്റെ പേര് 286 സൂക്തമുള്ള അധ്യായത്തിന്റെ പേര് ബഖറ, പശു എന്നാണ്. എന്താണ് അതിൽ പറയും? പഠിക്കാം, പരിശോധിക്കാം, വായിക്കാം. ആർക്കും വേദഗ്രന്ഥത്തെ കുറിച്ച് എന്താണ് അവർ പഠിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? 40-ാം അധ്യായം 24-ാമത്തെ വചനം, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഈ വേദഗ്രന്ഥം ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഭയപ്പാട് നിമിത്തം ആ പർവ്വതം പൊട്ടിപ്പിളരുമായിരുന്നു. മനുഷ്യരെ, നിങ്ങളുടെ മനസ്സിന് എന്ത് സംഭവിച്ചു എന്ന്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഇസ്ലാമിലേക്ക് ഒരാളെ നിർബന്ധിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അൻത തുഖ്രിഹുന്നാസ്, വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം 10-ാം അധ്യായം 99-ാമത്തെ വചനം, നബിയെ അവരെ നിർബന്ധിക്കുകയോ? ഖുർആന്റെ 2-ാം അധ്യായം 272-ാമത്തെ വചനം, ചോറ് കൊടുത്ത് ചായ കൊടുത്ത് ഉപജീവന പ്രവർത്തനം ചെയ്ത് ആളുകളെ മതത്തിൽ കൂട്ടാൻ പാടില്ലെന്നാണ് ആ ഖുർആനിന്റെ വചനം പറയുന്നത്. വിശദീകരിക്കാൻ ചില പ്രശ്നങ്ങളുണ്ട് സഹോദരങ്ങളെ. സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 272-ാമത്തെ വചനം, 3 വചനങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു ഇസ്ലാമിനെ അമുസ്ലിമിന്റെ നേരെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മഹാനായ ഖലീഫ ഉമർ, ലോകം മുഴുവനും അറിയുന്ന ഭരണാധികാരി, 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഖലീഫ ഉമർ ഒരു അമുസ്ലിം പെൺകുട്ടിയോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞു, ഇസ്ലാമായിട്ടില്ലെങ്കിലുള്ള കുഴപ്പങ്ങളെ പറ്റി പറഞ്ഞു. ജീവിതത്തിൽ അതൊക്കെ കഴിഞ്ഞപ്പോ ഖലീഫ ഉമറിന് ഒരു കുറ്റബോധം. എന്താ കുറ്റബോധം? ഈ സദസ്സിലിരിക്കുന്നവർ, ഈ റോഡരികിൽ നിൽക്കുന്നവർ, ഖലീഫ ഉമറിന്റെ കുറ്റബോധം എന്താണ്? അമുസ്ലിം പെൺകുട്ടിയോട് മതം സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിച്ചുവോ? അതെന്റെ പാതകമായി പോയി, എന്റെ തെറ്റായി പോയി. 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി ഖലീഫ ഉമർ പറഞ്ഞു, അല്ലാഹുവേ, ആ അമുസ്ലിം സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണമേ. ഒരു മുസ്ലിമിനെ നിർബന്ധിച്ച് മതത്തിൽ കൊണ്ടുവരാൻ വകുപ്പില്ല. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ അടുത്ത വചനം 18-ാം അധ്യായം 29-ാമത്തെ വചനം, ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ. 4-ാമത്തെ സൂക്തം വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ദഹർ 76-ാം അധ്യായം വിശുദ്ധ ഖുർആനിലെ 76-ാം അധ്യായം 3-ാമത്തെ വചനം. ധർമ്മവും അധർമ്മവും പ്രകടമാണ്, ആരെയും അതിൽ നിർബന്ധിക്കേണ്ടതില്ല. എന്നിട്ട് പ്രവാചകനോട് വീണ്ടും പറഞ്ഞു, ഖുർആനിലെ 4-ാം അധ്യായം 80-ാമത്തെ വചനം, റസൂൽ ജനങ്ങളെ നിർബന്ധിക്കേണ്ടവനല്ല, എത്തിച്ചു കൊടുക്കേണ്ടവനാണ്. അതുകൊണ്ട് നബിയേ, ആളുകളെ നിർബന്ധിക്കേണ്ടതില്ല. ഫലഅല്ലക ബാഹിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ല യുക്മിനു ബിഹാദൽ ഹദീസി ഹസഫ. 18-ാം അധ്യായം 6-ാമത്തെ വചനം, അവർ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ താങ്കൾ ജീവൻ എടുക്കുന്നവനായേക്കാം, അത് വേണ്ട.
അങ്ങനെ വേണ്ട, പറഞ്ഞു കൊടുക്കൽ മാത്രം. വിശുദ്ധ ഖുർആൻ 7-ാമത്തെ സൂക്തം, അടുത്ത വാചകം കേട്ടോളൂ നിങ്ങൾ. ഖുർആന്റെ 88-ാം അധ്യായം 20-21 വചനങ്ങൾ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈജിർ. അല്ലയോ പ്രവാചകരെ, ഉപദേശിച്ചാൽ മതി, അവരെ നിർബന്ധം ചെലുത്തേണ്ടവനല്ല. വാളെടുത്ത്, ആയുധമെടുത്ത്, അധികാരമെടുത്ത്, AK-47 ഉപയോഗിച്ച് നീ മതം സ്വീകരിക്കുന്നോ എന്ന് ചോദിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. ക്രിസ്ത്യാനിയോട്, ഹൈന്ദവനോട്, മജൂസിയോട് നീ ഇസ്ലാം സ്വീകരിക്കും ചോദിക്കാൻ വകുപ്പില്ല. ഖുർആനിലെ 8-ാമത്തെ സൂക്തം 9-ാമത്തെ വചനം, വീണ്ടും 9-ാമത്തെ വചനം വിശുദ്ധ ഖുർആൻ പറയാണ്, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. സൂറത്തുൻ നൂർ 24-ാം അധ്യായം 54-ാമത്തെ വചനം. അവിടെയും പറയുന്നത് ഒരു മുസ്ലിമിനെയും ഇസ്ലാമിൽ ചേർക്കാൻ നിർബന്ധിക്കേണ്ടതില്ല, പറഞ്ഞു കൊടുക്കുക. ഇസ്ലാം ഇന്നതാണ്, അതിനിന്ന് പ്രത്യേകതകളുണ്ട്, അതിനിന്ന് മേന്മകളുണ്ട്, അത് ഈശ്വരീയമാണ്, അത് ദൈവീകമാണ്, അത് പ്രപഞ്ചനാഥന്റെ മതമാണ്, ഇതിൽ ഇന്നെന്ന നന്മകളുണ്ട് എന്ന് പറയാം. ഞാൻ മിനിയാന്ന് രാത്രിയിൽ ബഹ്റൈനിൽ നോൺ മുസ്ലിമുകൾക്ക് വേണ്ടി ഒരു ഗാദറിംഗ്, ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ പ്രഗത്ഭനായ കാസർകോട്ടുകാരനായ ഹോസ്പിറ്റലിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന ബ്രാഹ്മണനായ ഒരു ഡോക്ടറായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞു, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ മനുഷ്യർ 5 നേരമെങ്കിലും അവന്റെ ഫ്രണ്ട് കൈ നന്നായി പച്ചവെള്ളത്തിൽ കഴുകണം. മോഡേൺ സയൻസ് പറയാണ്, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഏതൊരു മനുഷ്യനും അവന്റെ ഫ്രണ്ട് കൈയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഡെയിലി കഴുകണം. ഒരു മുസ്ലിം സുബൈക്ക് കൈ കഴുകുന്നു, മുട്ടുവരെ കഴുകുന്നു, മുഖം കഴുകുന്നു, പുറത്തു വരുന്ന കാൽ നരിയാണി കഴുകുന്നു. രോഗാണുക്കൾ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള മേഖല 5 വക്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ 6-ാമത്തതിൽ, തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ 7-ാമത്തതിൽ ഒരു മുസ്ലിം കഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്ത് ശാസ്ത്രീയ തേൻ ലോകത്തിന്റെ അത്ഭുതമാണ്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം 68-69 വചനത്തിൽ പറയുന്നത്, ഫീഹി ശിഫാഉൽ ലിന്നാസ്. തേൻ ഔഷധമാണ്, രോഗമുണ്ടാക്കില്ല. തേൻ കുടിച്ചാൽ രോഗമുണ്ടാവില്ല, ഇല്ല. മാത്രമല്ല, മോഡേൺ സയൻസ് ലോകത്ത് തെളിയിച്ച ഏറ്റവും പ്രധാനമായ കാര്യം, ഏറ്റവും വലിയ രോഗാണുക്കളെ തേനിൽ നിക്ഷേപിച്ചു. മോഡേൺ സയൻസ് പാലിലും തേനിലും രോഗാണുക്കളെ നിക്ഷേപിച്ച് ടെസ്റ്റ് നടത്തിയപ്പോ തേനിലെ എല്ലാ രോഗാണുക്കളും 4 ദിവസത്തിന്റെയും 5 ദിവസത്തിന്റെയും ഉള്ളിലായി ചത്തൊടുങ്ങി എന്ന് മോഡേൺ സയൻസാ പറയുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തേനിന്റെ അത്ഭുതത്തെക്കുറിച്ചും തേൻ നിർമ്മിക്കുന്നത് പെൺതേനീച്ചയാണെന്നും സോമർ ഡാം 1878 അത് പറയുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത് എന്ന് വിശദീകരിച്ച ഒരു ദൈവിക ഗ്രന്ഥം. ആ ദൈവിക ഗ്രന്ഥം ഒരിക്കലും ഇനി നിങ്ങൾ നോക്ക്, ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ ചാപ്പകുത്തി എല്ലാം മുസ്ലിങ്ങളുടെ നേരെ. ഇപ്പൊ നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ കേസരി എന്ന് പറയുന്ന അവിടുത്തെ, നമുക്കറിയാം, കേരളത്തിന്റെ ദേശീയ വാരിക എന്ന് പറയുന്ന ഈ വാരികയിൽ 2014 ഡിസംബർ 16 മുതൽ എഴുതിയത് എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ കുട്ടികളെ കൊല്ലാൻ ഖുർആൻ പറഞ്ഞു എന്നാണ്. കുട്ടികളെ കൊല്ലാൻ, പാകിസ്ഥാനിലെ കുട്ടികളെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് ഖുർആനാണ് എന്ന് മാത്രമല്ല, മദ്രസയാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന്റെ കേന്ദ്രം എന്നൊക്കെ മലയാളക്കരയിലെ പ്രബുദ്ധമായ ജനങ്ങളുടെ മുമ്പിൽ എഴുതി വെക്കുകയാണ് ആളുകൾ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അന്യമതസ്ഥരോടുള്ള ശത്രുത വളർത്തിയെടുക്കുന്നതിൽ മദ്രസകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഖുർആനിലെ വചനങ്ങൾ അവിശ്വാസിയുടെ ഉന്മൂലനത്തിനായുള്ള പ്രേരണയാക്കി മാറ്റിയെടുക്കുന്ന ഇത്തരം മതവിദ്യാലയങ്ങൾ, അഥവാ മുസ്ലിമിനോട് ശത്രുത പുലർത്താനും അവനെ കൊല്ലാനും അവനെ ഉന്മൂലനം ചെയ്യാനും മദ്രസ വിദ്യാഭ്യാസമാണ് പഠിപ്പിക്കുന്നത് എന്ന തെറ്റായ ഒരു ധാരണ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം വെട്ടും അബ്ദുള്ള ഹാജിയുടെ നേതൃത്വത്തിലാണ് ആദ്യമായി മദ്രസ ആരംഭിച്ചത്. വ്യവസ്ഥാപിതമായി, ശാസ്ത്രീയമായി കുട്ടികൾക്ക് മദ്രസ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ഒരൊറ്റ സലഫിയും തീവ്രവാദിയായി ഒരു ജയിലിലും കഴിയുന്നില്ല. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഒരാളുടെ നേരെയും ചെന്നിട്ടില്ല. കാരണം അവർ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ് ചെല്ലാത്തത്. അവർ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ ലോകത്തിലെയോ പാകിസ്ഥാനിലെയോ ഏതെങ്കിലും ഒരു മദ്രസാ പുസ്തകം തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്ന് ന്യായമായി ആ പുസ്തകം എടുത്ത് കോട്ട് ചെയ്ത് ഇന്ന മദ്രസയിലെ ഇന്ന ആളുകൾ ഇറക്കിയ സിലബസ് അനുസരിച്ച് ഈ മദ്രസയിൽ ശത്രുത പുലർത്തുന്ന ഒരു വാക്ക് ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൗതുകരമായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ക്രിസ്ത്യാനികൾ ലോകത്ത് എത്രയോ കാലമായി ലോകത്ത് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാറുണ്ട്, നബിയെ തെറി പറയാറുണ്ട്, അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതാറുണ്ട്, ലഘുലേഖ എഴുതാറുണ്ട്. മഞ്ചേരി ആസ്ഥാനമായ മർക്കസുൽ ബിഷാറ
അവിടുന്ന് ഇറക്കിയ ഒരു പുസ്തകത്തിൽ ചാണകക്കൂനയിൽ മദ്യപിച്ച് ബോധമില്ലാതെ കടന്ന് മരിക്കുകയായിരുന്നു മുഹമ്മദ് നബി എന്ന് ക്രൈസ്തവർ എഴുതിയിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പറയുന്നു, 1450 വർഷത്തിനിടയിൽ യേശുക്രിസ്തുവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഇറക്കിയ ഒരു ലഘുലേഖ ലോകത്തെവിടെയെങ്കിലും കാണാൻ കഴിയോ? ലോകത്തെവിടെയെങ്കിലും യേശുക്രിസ്തുവിനെ മുസ്ലിങ്ങൾ ചീത്ത പറയുന്ന ഒരു ലഘുലേഖ? ഉദാഹരണം, ഈ സ്റ്റേജിൽ ഒരു ക്രിസ്ത്യാനി മുഹമ്മദ് നബിയുടെ ഒരുപാട് കുറ്റം പറയും. യേശുക്രിസ്തുവിന്റെ കുറ്റം ഒരു മുസ്ലിം പറയില്ല. എന്തുകൊണ്ടെന്നാൽ പറയാൻ പാടില്ല. ആ പ്രവാചകന്മാർക്കിടയിൽ ഇസ്ലാം ഒരു ഭിന്നതയും കൽപ്പിക്കുന്നില്ല. ലോകത്ത് ഇസ്ലാമിനെ എതിർക്കുന്ന ഏറ്റവും വലിയ ശത്രുക്കൾ ജൂതന്മാരാണ്. ജൂതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നു, നിന്ദിക്കുന്നു. പക്ഷേ മൂസാ നബിയെ ഒരിക്കൽ പോലും മുസ്ലിങ്ങൾ നിന്ദിക്കുന്നില്ല. എന്തുകൊണ്ട്? സൂറത്ത് ആൽ ഇംറാൻ പറഞ്ഞു, മുസ്ലിങ്ങളെ നിങ്ങളുടെ കാര്യം അത്ഭുതമാണ്, അവരുടെ പ്രവാചകന്മാരിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, അവരാകട്ടെ നിങ്ങളിലും പ്രവാചകനിലും അവിശ്വസിക്കുന്നു എന്ന്. ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടാണത്. യേശുക്രിസ്തു ബൈബിളിൽ അത്ര നല്ല മനുഷ്യനല്ല, പക്ഷേ ഖുർആനിൽ ഏറ്റവും ബെറ്ററായ ഒരു പ്രവാചകനാണ്. നോഹ പ്രവാചകൻ ബൈബിളിൽ മദ്യപാനിയാണ്. അബ്രഹാം പ്രവാചകൻ ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചവനാണ് ബൈബിൾ. യഹൂദ റബ്ബിമാരുടെ തൂലികക്ക് വിധേയമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തിലുണ്ടായി. 2-ാം അധ്യായം 79-ാമത്തെ വചനം. കൈകടത്തിലുണ്ടായവരെന്ന് പറയുന്നത് ഇതൊക്കെ ദൈവത്തിൽ നിന്നാണ്. അപ്പൊ എല്ലാ തിന്മകളും അതായി. ചാതുർവർണ്ണ്യം ദൈവത്തിൽ നിന്നാണെന്ന വാക്ക് ഭഗവത്ഗീതയിലെ കടത്തിക്കുട്ടി. ചതുർവർണ്ണ്യം മയസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന വാചകം പിൽക്കാലത്ത് ഭഗവത്ഗീതയിൽ കടത്തിക്കുട്ടി. അപ്പൊ ചാതുർവർണ്ണ്യം മഹത്വമായി, ദൈവികമായി. ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ. അപ്പൊ ഇത് ദൈവം ഉണ്ടാക്കിയെന്ന് വന്നു. അപ്പൊ ബ്രാഹ്മണനെ ശൂദ്രൻ ആദരിച്ചു കൊള്ളണം. സ്ലേവറി, അടിമത്തം, അതായിരുന്നു ജാതീയത. അതായിരുന്നു ജാതീയത. അല്ല, ഇവൻ എന്നൊരു പുലയനല്ലേ, അല്ലാ മതം നാളെ സ്വീകരിച്ചാൽ അവൻ എവിടെയും പോകാം. വളരെ പ്രഗത്ഭനായ കവി വീണപ്പൂവ് എഴുതിയ കുമാരനാശാന്റെ വരികളിൽ നമ്മൾ ഈ കാര്യം പറയുന്നു. എന്താ? ജാതീയതയില്ലാത്ത മതം. ബി.ആർ. അംബേദ്കർ പബ്ലിക്കിൽ ഒരു പ്രസംഗം ചെയ്തു ഇന്ത്യ രാജ്യത്ത്. എന്താ പ്രസംഗം? ഞാൻ ഹിന്ദു മതം വിടും. അപ്പൊ ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഹിന്ദു മതം വിടുന്നു പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ ഏത് മത സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ ഏത് മത സ്വീകരിക്കേണ്ടത്? ബി.ആർ. അംബേദ്കർ പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാം. നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാം, കാരണം അത് ദൈവിക മതമാണ്. അതിൽ ഉച്ചനീചത്വങ്ങളില്ല, അതിൽ ജാതീയതയില്ല. മുസ്ലിങ്ങൾക്കിടയിലെ ജാതീയക്കെതിരെ ഒരു പോരാട്ടമുണ്ടെന്ന് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ ജാതീയതക്കെതിരെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് പൗരോഹിത്യ മതം. പൗരോഹിത്യ മതത്തിന്റെ ന്യൂനത അതാണ്. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം ആരോപിക്കുന്നു. 13 കൊല്ലം മക്കയിൽ പ്രവാചകൻ ജീവിച്ചു. ആയുധമെടുത്തോ? യുദ്ധം ചെയ്തോ? കല്ലെറിഞ്ഞോ? ഒന്ന് മൂക്കിന് പോലും ഇടിച്ചോ? ഒന്നും ചെയ്തില്ല. ഒരമുസ്ലിമിനെയും 13 കൊല്ലം മക്കയിൽ മർദ്ദിച്ചില്ല. ശുദ്ധമായ ഏകദൈവാരാധന പറഞ്ഞു മക്കയിൽ കഴിഞ്ഞു. കല്ലേറ് കിട്ടി, കൂക്കുവിളി കിട്ടി, ബഹിഷ്കരിച്ചു. പ്രവാചകൻ തിരിച്ചടിച്ചില്ല. 13 വർഷം. ഞാൻ ചോദിക്കുന്നു, കർണാടകയിൽ ശ്രീരാമനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ? അവരെ ആക്രമിക്കുന്നു മറ്റൊരു ടീം. ശ്രീരാമനെ വിളിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ആക്രമിക്കുന്ന വേറൊരു വിഭാഗം. അവരാകട്ടെ തിരിച്ചടിക്കുന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. 13 കൊല്ലം ശ്രീരാമ ഭക്തർ ഈ രാജ്യത്ത് ക്ഷമിക്കുവോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തല്ലുകയാണ്, അടിക്കുകയാണ്. ആ ആശയം പറയാൻ പാടില്ല എന്ന് പറയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നിങ്ങൾ എന്ത് ചെയ്യും? 13 കൊല്ലം ലോകത്തിന്റെ നാഥനെ ആരാധിക്കാൻ മുഹമ്മദ് നബി അവരോട് പറഞ്ഞു. അവർ മുഹമ്മദ് നബിയെ തല്ലി, കൂക്ക് വിളിച്ചു, കാർക്കിച്ചു തുപ്പി, കല്ലെറിഞ്ഞു, അനുയായികളെ കൊന്നു, ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചു. എന്നിട്ടും 13 കൊല്ലം ഇസ്ലാമിക സമൂഹം തിരിച്ചടിച്ചിട്ടില്ല. ഇല്ല, ഇല്ല, ഇല്ല. പിന്നെ എന്താ ഉണ്ടായത്? ഉദ്നലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്കിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. ഖുർആന്റെ വാചകം നോക്ക്. മുസ്ലിങ്ങൾ അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്തല്ല ഒരാളോട്. ശരിക്കും മനസ്സിലായിക്കോളി, ലോക ചരിത്രത്തിൽ അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്യാത്ത വിഭാഗം അതായിരുന്നു മുസ്ലിങ്ങൾ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം എന്താ? 24 മുതൽ 44 വരെ അർജുനൻ പറയാണ്, ഇല്ല കൃഷ്ണ, ഈ സ്വജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യില്ല.
ഞാൻ അവരെ ആക്രമിക്കില്ല. എനിക്ക് ഈ ഭൂമി വേണ്ട. ഭിക്ഷയാചിച്ചു പോലും ഞാൻ ജീവിക്കാം. ദുനിയാവിലെ ആർഭാടങ്ങൾ എനിക്ക് വേണ്ട. ഭൗതിക വിഭവങ്ങൾ എനിക്ക് വേണ്ട. ഇസ്ലാം ഭൗതിക വിഭവങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല. നാട് വെട്ടിപ്പിടിക്കാൻ യുദ്ധം ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുർആനിലെ 22-ാം അധ്യായം, നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ, അതായത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം, ഒരു നാട്, ആ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ രാമഭക്തന്മാർ ഒരു 13 കൊല്ലം കഴിഞ്ഞിട്ട് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നാട് വിടുകയാണ്. 400 കിലോമീറ്റർ അകലെ ഈ ടീം 400 കിലോമീറ്റർ അകലെ പോയി താമസിക്കുകയാണ്. അവിടെ അവർക്ക് അധികാരം കിട്ടി, അവിടെ ഭരണാധികാരികളായി. ആ നാട് ഭരിക്കുന്നതിനിടയിൽ ഈ ഭാഗത്ത് അതായത് ഏത് നാടാണോ വിട്ടുപോയത് ആ നാട്ടുകാർ അവിടെ ചെന്നവരെ വീണ്ടും തല്ലുകയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്ക ഇട്ടുകൊടുത്ത് ഉമ്മ വെക്കണോ? എന്താ ചെയ്യേണ്ടത്? അതേ ഇസ്ലാം ചെയ്തുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളെ അവർ മദീനത്ത് വന്ന് വേട്ടയാടി. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അന്നൊരു പ്രവാചകൻ മാത്രമല്ല മുഹമ്മദ് നബി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അവിടെ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു എന്ന് വിചാരിക്കുക, ചൈന ആക്രമിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ ചോദിക്കുന്നത്, ചൈന ആക്രമിക്കുമ്പോ പ്രധാനമന്ത്രി AC റൂം കിടന്നുറങ്ങുമോ? കമാൻഡർമാരായിരിക്കും, പട്ടാളത്തായിരിക്കും, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. മുഹമ്മദ് നബി പ്രധാനമന്ത്രിയായിരുന്നു അവിടെ. പ്രധാനമന്ത്രി അപ്പൊ ആരെയും ചോദിക്കും, നബി പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നോ? മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭരണാധികാരിയാണ്. ആ നാട്ടിൽ അദ്ദേഹം ചെന്നപ്പോ കരാറുണ്ടാക്കി, ജൂതന്മാരും ക്രൈസ്തവരും ഒക്കെ ആയിട്ട്. എന്താ കരാറ്? നമ്മൾ തമ്മിൽ തല്ലരുത്, നിങ്ങൾക്ക് നിങ്ങളെ മതം ആചരിക്കാം, ലക്കും ദീനുക്കും വലിയ ദീൻ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അന്യ രാജ്യക്കാരോ അന്യ നാട്ടുകാരോ ഈ നാട്ടിൽ അക്രമത്തിന് വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും, നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരില്ല എന്ന കരാറുണ്ടാക്കിയ നാട്ടിലേക്ക് മറ്റൊരു ടീം 13 കൊല്ലം ആക്രമിച്ച അക്രമകാരികൾ വീണ്ടും ഒരു രാജ്യത്തേക്കാ വരുന്നത്. മക്കയിലെ പ്രവാചകൻ അധികാരമില്ല. അധികാരമുള്ള നാട്ടിൽ വരുമ്പോ ആ നാട്ടിലെ മുഴുവൻ പൗരന്മാരുടെയും സുരക്ഷിതത്വം പ്രവാചകന് അർപ്പിതമാണ്. ആ നാടാക്രമിക്കാനും പടച്ചവനാണ് ആരാധനക്കറൻ അന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ ആക്രമിക്കാനും വന്നവ തിരിച്ചടിച്ചു. യുദ്ധം ചെയ്തവരോട് മാത്രം. ഇനി കുട്ടികളെ കൊല്ലാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കുട്ടികളെ ഒരിക്കലും കൊല്ലരുത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരൊറ്റ മതമേ ലോകത്തുള്ളൂ, ഇസ്ലാം. ഞങ്ങളോട് ചോദിക്കുക, എല്ലാവരും രസകരമായ ഒരു ചോദ്യം. ക്രിസ്തു മതപ്രകാരം ജനിച്ച കുട്ടിയെ പറ്റി എന്താ അഭിപ്രായം? ഒരു ജോർജിന് ഒരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിനെ പറ്റി ജോർജിന്റെ അഭിപ്രായം എന്താ? ഓൻ പാപിയാണ്. ഓൻ ആരാണ്? ഓൻ പാപിയാണ്. ക്രിസ്തു മതപ്രകാരം ലോകത്ത് ജനിക്കുന്ന മനുഷ്യരൊക്കെ പാപികളാണ്. ഇസ്ലാമിന്റെ വീക്ഷണത്തിലോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊടുമ്പിരി കൊണ്ട യുദ്ധം. ആ യുദ്ധരംഗത്ത് ശത്രുപക്ഷത്തെ കുട്ടികൾ കൊല്ലപ്പെട്ടു. ശരിക്കും ചിന്തിക്കണം. ശത്രുപക്ഷത്തെ, ഇസ്ലാമിനോട് ഇങ്ങോട്ട് അടിക്കണ ശത്രുപക്ഷത്തെ കുട്ടികൾ, ശത്രുവിന്റെ കുട്ടികൾ കൊല്ലപ്പെട്ടു. പ്രവാചകൻ സന്തോഷിച്ചോ? പ്രവാചകൻ ആഹ്ലാദിച്ചോ? അങ്ങനെ തന്നെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഈ കേസരി പറഞ്ഞ പോലെ ഇല്ല. പ്രവാചകൻ അനുയായികളെ വിളിച്ചു വരുത്തി, കോപാകുലനായി, കണ്ണുകൾ ചുവന്നു കൊടുത്തു. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, ആരാണ് ഈ കർമ്മം ചെയ്തത്? ആരാണ് ഈ മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്തത്? ആരാണ് ഈ കുട്ടികളെ കൊന്നത്? അപ്പൊ അവർ ചോദിച്ചു, ശത്രുപക്ഷത്തെ കുട്ടികളല്ലേ? അപ്പൊ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച തത്വം അത് സ്വർണ്ണലിപികളെ എഴുതി കഴുത്തു തൂക്കിക്കൊടി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യ കുഞ്ഞും പരിശുദ്ധരാണ്. എല്ലാ മനുഷ്യ കുഞ്ഞും, ജൂതന്റെ കുഞ്ഞ്, ക്രിസ്ത്യാനിയുടെ കുഞ്ഞ്, എല്ലാം. നേരത്തെ ഇവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞല്ലോ, അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ, തെൽമൂദ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട് ജൂതന്മാരെ കയ്യിൽ, തെൽമൂദ്. അതെടുത്ത് തുറന്നിങ്ങനെ നോക്കാം, ഖുർആനും തുറന്നു നോക്കാം. തെൽമൂദ് എന്ന ഗ്രന്ഥം തുറന്നാൽ അതിലെ വാചകം എന്താ അറിയോ? അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതാ വർഗീയത, അതാ വർഗീയത. ഉദാഹരണം, ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇങ്ങനൊരു വാചകം ഉണ്ടെന്ന് വിചാരിക്കുക, അകാരണമായ ഒരു ഹിന്ദുവിനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ഹിന്ദുവിനെയും കൊന്നവനെ പോലെ. ബൈബിളിൽ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ക്രിസ്ത്യാനിയെ അകാരണമായി കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനിയെയും കൊന്നവനെ പോലെ. ഇവിടെ ഖുർആൻ പറയുന്നതോ, ഖുർആനിലെ 5-ാം അധ്യായം ആർക്കെടുത്തു നോക്കാം, 32-ാമത്തെ വചനം. അതിൽ പറയുന്നത് അകാരണമായി ഒരു മനുഷ്യനെയും കൊല്ലരുത്. അങ്ങനെ കൊന്നാൽ ലോകത്തുള്ള 715 കോടി മനുഷ്യരെയും കൊന്ന മഹാപാപിയാണോനെ. ഒരൊറ്റ മനുഷ്യനെ കൊല്ലൽ 715 മനുഷ്യരെ കൊന്നതിന് തുല്യാണ്.
അങ്ങനെ പഠിപ്പിച്ച ഒരു വാചകം ലോകത്തിൽ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ നിന്ന് 2 വർഷങ്ങൾക്ക് ഞാൻ സമയം തരാം, എല്ലാ വേദവും കയ്യിൽ കൊണ്ടുവന്ന് തരികയും ചെയ്യാം. നിങ്ങൾ വായിച്ചിട്ട് അങ്ങനെ ഒരു വാചകം കേൾപ്പിക്കുമോ നിങ്ങൾ വേറെ വേദഗ്രന്ഥത്തിൽ? ഇല്ല. അപ്പൊ ഖുർആൻ ശത്രുത പ്രചരിപ്പിച്ചിട്ടില്ല, ഇസ്ലാം ശത്രുത പ്രചരിപ്പിച്ചിട്ടില്ല. യുദ്ധരംഗത്തൊരു സ്ത്രീ കൊല്ലപ്പെടുന്നത് കണ്ടു പ്രവാചകൻ ഗൗരവമായി എതിർത്തു. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? ഇസ്ലാമിനെ ഇങ്ങോട്ട് തിരിച്ചടിക്കുന്ന ശത്രുക്കളോട് പോലും യുദ്ധം ചെയ്യുമ്പോ ആ ശത്രുക്കളിലെ സ്ത്രീകളെ കൊല്ലരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആ ശത്രുക്കളിലെ വയോവൃദ്ധന്മാരെ കൊല്ലരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ, ഉണ്ട്. അവരുടെ പൊതുസ്വത്ത് നശിപ്പിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ശത്രുക്കളുടെ ഫലം നൽകുന്ന വൃക്ഷലതാദികൾ നശിപ്പിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അമുസ്ലിമിങ്ങൾ പാനം ചെയ്യുന്ന പാനജലമായ തടാകങ്ങൾ നശിപ്പിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അവരിലെ കുട്ടികളെ കൊല്ലരുത് എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ലോകത്ത് എവിടെ ഉണ്ടായിരുന്നു ഫ്രഞ്ച് വിപ്ലവം, 2 ലോകമഹായുദ്ധങ്ങൾ, കലിംഗ യുദ്ധം, ലക്ഷോപലക്ഷം മനുഷ്യരെ ഒടുക്കി. ആരെങ്കിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ആരാ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിനെ കൊന്നത്? ആരാ ഇന്ദിരാഗാന്ധിനെ കൊന്നത്? ആരാ അരേ റാം എന്ന് പറഞ്ഞ് വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നത്? ആരാ ബാബരി മസ്ജിദ് തകർത്തത്? ആരാ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയത്? ഇതൊക്കെ മുസ്ലിമീങ്ങളായിരുന്നോ? അതിനൊക്കെ ഞങ്ങൾ പ്രതിക്കൂട്ടിൽ കയറ്റുന്നതിനോട് ഒരു ചില്ലറ അനീതി, ഇനി നിങ്ങൾക്ക് വേറൊരു രസകരമായ സംഗതി എന്താ? ഹേമന്ത് കർക്കറയെ കൊന്നത് ആരാ? ഇന്ത്യ രാജ്യത്തിലെ രാഷ്ട്രീയ നായകന്മാരെന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. അതിനുവേണ്ടി ആസൂത്രണം ചെയ്തൊരു സംഭവമായിരുന്നു താജും അബ്രോളും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. എന്തേ കാരണം? ഹേമന്ത് കർക്കറയുടെ കൈ ഈ ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപുണ്ടാക്കി മുസ്ലിങ്ങളുടെ പേരിൽ ചാർത്തിയല്ലോ ചിലര്. അവരുടെ ഷോൾഡറിന്റെ തൊട്ടടുത്തതാ ഇവിടെ എങ്ങനെ പിടിക്കുന്നിടത്തെത്തി. അപ്പൊ പറഞ്ഞ കൈ ഇനി ഉയരാൻ പാടില്ല, ഹേമന്ത് കർക്കറയുടെ കൈ ഇനി ഉയരാൻ പാടില്ല. അതിന് മൂപ്പരക്ക് കട്ട് ചെയ്തത്, അതിന് ആസൂത്രിതമായി ഉണ്ടാക്കിയ താജിൽ അക്രമതൊക്കെ. രാഷ്ട്രീയം തിരിയുന്നവർക്ക് തിരിയും. ആരാ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും നശിപ്പിച്ച്? നമ്മുടെ മനസ്സിൽ ബില്ലാദിനും അൽഖായിദയാണ്. ഞാൻ പറയുന്നത് രണ്ടുമല്ല, അമേരിക്കയാണ് നശിപ്പിച്ചത്. ഞാൻ പറയല്ല കേട്ടോ. 150 തെളിവുകൾ ഉദ്ധരിച്ചിട്ടാണ് നോം ചോംസ്കിയെ പോലെ അമേരിക്കയിലെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും ലോക രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരും പറഞ്ഞിട്ടുള്ളത്. എന്തിനാ? പലതും നേടാൻ, പല സംഗതികളും ലോകത്ത് നേടാൻ. അപ്പൊ നമ്മൾ ഗൗരവമായി ആലോചിച്ചു നോക്കിയേ. ഏറ്റവും ഗൗരവമായി ഇസ്ലാമിക സമൂഹത്തെ നിങ്ങൾ ശരിക്കും പരിശോധിച്ചോ? ഇസ്ലാമിക സമൂഹത്തിലെ നാമധാരികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഇസ്ലാമിന് വേണ്ടി ജീവിച്ചവരല്ല, അവർ ഇസ്ലാമിന് വേണ്ടി വളർന്നവരല്ല, ശത്രുക്കളുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളായിരുന്നു. ഒന്നുകൂടെ ക്ലിയർ ആയി പറഞ്ഞാൽ രാഷ്ട്രീയ കൊട്ടേഷൻ പാർട്ടികളായിരുന്നു. ലോകത്ത് മതമല്ല പ്രശ്നം. ഹിന്ദു മതമോ ക്രിസ്തു മതമോ ജൈന മതമോ ലോകത്ത് മനുഷ്യരോട് കലാപം പറഞ്ഞിട്ടില്ല. ബാന്ധവ മാനവ സർവേ സ്വദേശാപവനത്രയം, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം എന്ന് തന്നെയാ പറഞ്ഞത്. കാനന്നാസ് ഉമ്മത വാഹിദ, മനുഷ്യ സമുദായം ഒക്കെ ഒരു ഏക സമുദായമാണ്, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. അതാണ് ഗർഭാപ്പസി എന്ന് പറയുന്ന അതാണ്. ആദമിന്റെ തറവാട്ടിലേക്ക് ഈ മനുഷ്യകുലം ഇങ്ങനെ പുറകോട്ട് പോയാൽ ഈ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ മാതാവ്, ആദ്യത്തെ പിതാവ്, അവർ രണ്ടുപേരും ജീവിച്ച തറവാട്. ആ തറവാട്ടിലേക്ക് മനുഷ്യർ മടങ്ങിയ കലാപുണ്ടാവൂല. എല്ലാവരുടെയും തറവാട് ഏകദൈവ വിശ്വാസം, ലോകത്തിലെ ഉജ്ജ്വലമായ ആദർശം, ആ ആദർശം അനുസരിച്ചുള്ള ജീവിതം. ഇത് വളരെ വ്യക്തമാണ്. പ്രവാചകനും അനുയായികളും ഒരു കുന്നിൻ ചെരുവിൽ ടെന്റ് കെട്ടി തണുത്ത രാത്രിയിൽ ജീവിക്കുമ്പോ ഒരു സ്ഥലത്ത് നല്ല തണുപ്പുണ്ടായ സ്ഥലത്ത് അവർ തീയിട്ടു. പ്രവാചക തിരുമേനി അങ്ങോട്ട് ഓടിച്ചെന്നു. അവിടെ നോക്കുമ്പോൾ ഉറുമ്പുകൾ ചാലിട്ട് പോകുന്നു. പ്രവാചകൻ കോപാകുലനാകുന്നു. അനുയായികളെ വിളിക്കുന്നു, നിങ്ങൾക്ക് കണ്ണില്ലായിരുന്നുവോ? ഉറുമ്പുകൾ ചാലിട്ട് പോകുന്നിടത്ത് തീയിടാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? കരുണാവാൻ നബി മണിമുക്തി രത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ പ്രവാചകനെ പഠിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ? ലോകത്തിലെ ഏത് ഭാഗത്താണ് ഇസ്ലാം ശരിക്കും അതായത് സാമ്രാജ്യത്വ ശക്തികൾ, ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികൾ, കോർപ്പറേറ്റ് ഭീമന്മാർ ലോക രാഷ്ട്രീയ മേലാളന്മാരെ കയ്യിലെടുത്ത് അവരുടെ നിലനിൽപ്പിന്, കാരണം ഇസ്ലാം പെണ്ണിന്റെ സൗന്ദര്യം വിൽക്കുന്നതിനെതിരാണ്, ലോട്ടറിക്കെതിരാണ്, മദ്യ വ്യവസായത്തിനെതിരാണ്. ആർണോൾഡ് ടോയംബി, ലോകപ്രസിദ്ധനായ ചിന്തകനായ ആർണോൾഡ് ടോയംബി, സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്ന ചില വാചകങ്ങളുണ്ട്. ആ വാചകം എന്താണ്? യഥാർത്ഥത്തിൽ ലോകത്ത്
സഹോദരങ്ങളെ, മദ്യപാനവുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹം വിശദീകരിക്കുന്ന വളരെ പ്രധാനമായ ഒരു കാര്യമുണ്ട്. അതെന്താ? ലോകത്ത് ഇസ്ലാമിന് മദ്യത്തെ നിരോധിക്കാൻ കഴിഞ്ഞു. മനുഷ്യന്റെ മനസ്സുകളിൽ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള മതം അത് ഇസ്ലാമായിരുന്നു എന്നാണ് ആർണോൾഡ് ടോയംബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്. അദ്ദേഹം പറയുന്ന വാചകം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ദൃഢമായ മതവിശ്വാസം കൊണ്ട് മാത്രമേ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യർക്കുള്ള മോചനം, ഭൗതിക നിയമങ്ങൾക്ക് സാക്ഷാത്കരിക്കുവാൻ കഴിയാത്തതെല്ലാം സാക്ഷാത്കരിക്കുവാൻ ഇസ്ലാമിനായിട്ടുണ്ട്. ആർണോൾഡ് ടോയംബി എന്ന വിഖ്യാതനായ സാഹിത്യകാരന്റെ വാക്ക്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ലോകത്തിന്റെ മുക്കുമൂലകളിലെല്ലാം വലയറിഞ്ഞ പാശ്ചാത്യ നാഗരികതയുടെ സ്വാധീനങ്ങളിൽ നിന്ന് മനുഷ്യകുലത്തെ മോചിപ്പിക്കാൻ ഇസ്ലാമിനെ ആകൂ. തീർച്ച. കാരണം എന്താ? ലോകത്ത് ഒരുപാട്, ഫോർ എക്സാമ്പിൾ കാർൽ മാർക്സിനെ എടുത്തോ. മദ്യപാനിയായിരുന്നു അദ്ദേഹം. ക്ലാസ് പഠിക്കുമ്പോൾ കുടിച്ചിരുന്നു, സഹപ്രവർത്തകരോട് കുടിച്ചിരുന്നു, യൂണിവേഴ്സിറ്റി കുടിച്ചിരുന്നു. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം ഒരിക്കലും ഒരു സമൂഹത്തിനെതിരെയും അനാവശ്യമായി കടന്നു ചെന്നിട്ടില്ല എന്നുള്ളതാണ് ലോകത്തിന്റെ ചരിത്രം. ലോകത്ത് ഇസ്ലാം ഭരിച്ച കാലഘട്ടത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടായത്. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തന്നെ, നിങ്ങൾ അറബ് രാജ്യത്ത് പോയാൽ പല രാജ്യങ്ങളെയും സാമ്രാജ്യത്വ ശക്തികളെ വിലക്കെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം, ഞാൻ കാർൽ മാർക്സിന്റെ ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ പരിശോധിച്ചോളൂ, ലോകത്ത് വന്ന ഒരുപാട് ഭരണകൂടങ്ങൾ, ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദം ലോകത്ത് രചിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? ആ രചന നടന്നിട്ട് അതിന്റെ ഉള്ളടക്കത്തിന് അനുകൂലമായ ഒരു ജനത ഇന്ത്യ രാജ്യത്തെ എവിടെങ്കിലും ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു? ഇല്ല. ബൈബിൾ പ്രകാരം ജീവിക്കുന്ന ഒരു സമൂഹം ഒരു ഗ്രാമത്തിൽ പോലും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഖുർആൻ അനുസരിക്കുന്ന രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് പ്രവാചകന്റെ കാലത്ത്. അത് ലോക ചരിത്രത്തിൽ പരിശോധിക്കേണ്ടതാണെന്ന് ഞാൻ പറയുന്നത്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇസ്ലാം പ്രവാചകന്റെ കാലത്ത്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ചിരുന്ന ആളുകൾ. ആ നാട്ടിലൊക്കെ സമാധാനം. അതുകൊണ്ടാണ് നെഹ്റുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞത്, ഇസ്ലാം എവിടെ കടന്നു വന്നോ അവിടെ വമ്പിച്ച ആശ്വാസമായിരുന്നു. എല്ലാ കാലത്തും ഏത് വിഷയത്തിലും ആ ജനത വമ്പിച്ച ആശ്വാസത്തിലായിരുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ഇസ്ലാമിന്റെ സ്രോതസ്സിൽ നിന്ന് മതം പഠിക്കണം. മുസ്ലിം നാമധാരികൾ ചെയ്യുന്നത് നോക്കിയല്ല. LTT, ഉൾഫ തീവ്രവാദികൾ ആരാ? ഹൈന്ദവരുടെ ടീമാണത്. അതിവിടെ നടത്തിയ പോലെ കൊലപാതക മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പ് നടത്തിയിട്ടില്ല. ഇനി അൽ ഖായിദ ആരുണ്ടാക്കിയതാണ്? അമേരിക്ക ഉണ്ടാക്കിയതാണ്. ബില്ലാദനെ വളർത്തിയതാരാ? അമേരിക്കയാണ് വളർത്തിയത്. ഈ യാഥാർത്ഥ്യങ്ങളെ ലോകം വിലയിരുത്തണം, ലോകം പഠിക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ഒരു കൂട്ടായ്മ, ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ഒരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ, സെലഫികൾ. അതിലേതെങ്കിലും ഒരു മനുഷ്യനെ തീവ്രവാദത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ താടി നീട്ടുന്നു. ഈ താടി നീട്ടിയ ഞങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? പ്രവാചകന്റെ ചര്യയായിരുന്നു ഇത്. ചട്ടമ്പി സ്വാമികൾക്ക് താടി ഉണ്ടായിരുന്നില്ലേ? ഗുരു നിത്യചൈതന്യക്ക് താടി ഉണ്ടായിരുന്നില്ലേ? മഹാത്മാവ് എന്ന് വിളിച്ച രവീന്ദ്രനാഥ ടാഗോറിന് താടി ഉണ്ടായിരുന്നില്ലേ? താടി ഭീകരവാദത്തിന്റെ അടയാളാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, ബുദ്ധി ഉള്ളവരല്ല നമ്മള്. ഈ ബുദ്ധി നമ്മള് ഈ താടിയിലാണോ വികാരം? അതായത് താടിക്ക് വികാരം, വിചാരം, കോപം, ക്രോധം, വർഗീയത എന്ന വികാരം ഈ രോമത്തിനാണോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി രവിശങ്കർ ആയിരുന്നു. മുടിയും നല്ല നീട്ടാണ്, താടി രോമത്തിന് വിവേകമുണ്ടോ? ഒരു അമുസ്ലിമിനെ കാണുമ്പോൾ ഒരു മുസ്ലിമിന് മനസ്സിലെ അല്ലേടോ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചും രോമത്തിനാ തോന്നുക ആണോ? അപ്പൊ മനുഷ്യന്റെ പ്രചരണങ്ങളിൽ പോലും വിവരക്കെടാലും. അതുകൊണ്ട് ഞാനിവിടെ എന്റെ പ്രസംഗമല്ല, നിങ്ങൾ ബഹുമാനനായ ഹുസൈൻ സൽഫിയുടെ പ്രസംഗം പ്രതീക്ഷിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രൗഢമായ ഒരു വിഷയാവതരണം ഇവിടെ വരാനുണ്ട്. ഞാൻ എന്റെ സമയം ഇവിടെ അവസാനിച്ചു, ഞാൻ അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും കർണാടകയിലും പരിസരമുള്ള ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ ഈ നാടുകളിൽ സലഫി പ്രബോധകർ നടത്തുന്നു. ഞാൻ ഈ നാട്ടിലെ പ്രസംഗം കേട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട്, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, നമുക്കൊക്കെ ഒരു മരണമുണ്ട്. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. നമുക്കൊക്കെ ഒരു മരണമുണ്ട്. അതാരായാലും, ഹിന്ദു ആയാലും അവിടെ മനുസ്മൃതിയുടെ 4-ാം അധ്യായത്തിൽ ഒരു വാചകം അറിയും, മരണത്തിന് ശേഷം നിന്നെ രക്ഷപ്പെടുത്താൻ അച്ഛനമ്മമാരുണ്ടാവില്ല, നിന്റെ ഭാര്യയും മക്കളും നിന്റെ സ്വത്തുണ്ടാവില്ല, നിന്റെ കർമ്മങ്ങൾ മാത്രം ഉണ്ടാവുക. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗം കിട്ടും. ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ ലോകത്ത് വേദങ്ങൾ മരണത്തിന് ശേഷം മനുസ്മൃതി 4-ാം അധ്യായം 240-ാമത്തെ സൂക്തം എന്താ? ജീവി ജനിക്കുന്നതും തനിച്ച്, ജീവി മരിക്കുന്നതും തനിച്ച്,
സ്വർഗത്തിന്റെ അനുഭൂതികൾ അനുഭവിക്കുന്നതും തനിച്ച്, നരകത്തിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതും തനിച്ച്. അപ്പൊ നരക സ്വർഗങ്ങൾ ഉണ്ടെന്ന് വേദം പറയുന്നു. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നാളെ മരിച്ചാൽ മണ്ണോട് മണ്ണ് ചേരി. ആ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പാസ്പോർട്ട് ആവശ്യമില്ല പോത്തിന്, പാസ്പോർട്ട് ആവശ്യമില്ല പട്ടിക്ക്, പാസ്പോർട്ട് ആവശ്യമില്ല പന്നിക്ക്. ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടണേ എന്തൊക്കെ നിയമം വേണം? വേണ്ടേ? ഒരു ഗ്യാസ് കണക്ഷൻ, ഒരു സ്കൂൾ അഡ്മിഷൻ കിട്ടാൻ, ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ, ഇതൊക്കെ കിട്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് LKG UKG ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി തലവും PG ഒക്കെ എടുത്ത് പഠിച്ചാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ, പഠിച്ചാൽ മാത്രമേ ഉന്നത ജോലി കിട്ടുള്ളൂ. 8 പെറ്റ പട്ടിക്ക് ടെൻഷൻ ഇല്ല, കുട്ടിയെ കെട്ടാൻ ദുഃഖമില്ല. എങ്കിൽ പന്നിയും കാളയും പോത്തും അത് ചത്ത് മണ്ണോട് മണ്ണ് ചേരും. ഭാസ്കരനും സുരേന്ദ്രനും മുഹമ്മദും അതുപോലെ ചത്ത് മണ്ണൊടുങ്ങും എന്ന് പറയുന്നത് ബുദ്ധിയല്ല സുഹൃത്തുക്കളെ. 1000 പാവപ്പെട്ടവരെ പീഡിപ്പിച്ച് അവരുടെ കബന്ധങ്ങളുടെ മുകളിൽ രാജകൊട്ടാരങ്ങൾ പണിതുയർത്തിയ സ്വച്ഛാധിപതികളും പാവപ്പെട്ടവരെ ആക്രമിച്ച രാഷ്ട്രീയ മേലാളന്മാരും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും വല്ലാത്തൊരു ചോദ്യമാണ്. 38-ാം അധ്യായം 28-ാമത്തെ വചനം. എന്തായാലും പറയണറിയോ? ഇതിൽ പറയുന്നത് അല്ലടോ മനുഷ്യ, നന്മ ചെയ്തവനും തിന്മ ചെയ്തവനും ഒരേപോലെയാവോ? ലളിതമായൊരു ഉദാഹരണം പറയാം. ഹരേ റാം, ഹരേ റാം എന്ന് പറഞ്ഞിട്ടാണ് മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ചത്. ഹരേ റാം എന്ന് പറഞ്ഞാണ് വെടിയേറ്റ് മരിച്ചത്. ഗാന്ധിജി പറഞ്ഞത് ഞാൻ രാമന് വേണ്ടി മരിച്ചു, ഗോഡ്സെ പറഞ്ഞത് ഞാൻ രാമന് വേണ്ടി കൊന്നു. ഇതിലേതാ ശരി? ഇതിലേതാ ശരി? മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ പറയുന്നു ഞാൻ രാമന് വേണ്ടി കൊന്നു, മഹാത്മാഗാന്ധി പറയുന്നു ഞാൻ രാമന് വേണ്ടി മരിച്ചു. ഏതാ ശരി? എന്റെ പ്രിയപ്പെട്ടവരെ, നീതിക്ക് വേണ്ടി മനുഷ്യന്റെ ആഗ്രഹമാണ്. അണുമണി തൂക്കമാര് നന്മ ചെയ്തോ അതുണ്ടാവും. എന്റെ പ്രസംഗത്തിന്റെ രത്നച്ചുരുക്കം ഞാൻ ഓടിച്ചു പോവുകയാണ്. ഒന്ന്, മനുഷ്യവംശം ഈ ഭൂമുഖത്ത് വന്നിട്ട് 1,00,000 വർഷമായി. ഹിന്ദുമതത്തിന് 5000 വർഷം പഴക്കം, ക്രൈസ്തവതക്ക് 2000 വർഷത്തിന് പഴക്കം. 5000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് മനുഷ്യരുണ്ട്. അവരാരെ ആരാധിച്ചു? ഏകനായ സർവേശ്വരനെ. ഒരു സൃഷ്ടിയും മേന്മയേറിയ മനുഷ്യനെ ആരാധിക്കുന്നില്ല. മനുഷ്യൻ എന്ന ബുദ്ധിജീവി സൃഷ്ടികളെ ആരാധിക്കുന്നു. അതിൽ നിന്ന് മോചനം നേടണം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. തീവ്രവാദം ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം സൗമ്യമാണ്. ഇസ്ലാം മതനിർബന്ധ മതപരിവർത്തനത്തെ ഇസ്ലാം എതിർക്കുന്നു. ഈ 5 പോയിന്റുകളിലാണ് എന്റെ പ്രസംഗം ഇവിടെ അവസാനിക്കുന്നത്. ചിന്തിക്കുക, പഠിക്കുക, 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 വീണ്ടും പഠിക്കുക. കുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. ഇതര മതവിഭാഗങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഈ കൂട്ടായ്മക്ക് സാധിച്ചുവെങ്കിൽ അല്ലാഹു ബിശ്അദ്, അല്ലാഹു ബിശ്അദ്, അല്ലാഹു ബിശ്അദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.